ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഈ ഒരു ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ഡേയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനുമുണ്ട്. ആദ്യം തന്നെ ഈ ആഴ്ചയിലെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഹാൻഡ് ഓവേഴ്സ് നമുക്ക് പരിശോധിക്കാം. US മാർക്കറ്റ് അവധിയായിരുന്നു. ഒപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റകൾ വന്നിരിക്കുന്നത് സെൻട്രൽ ബാങ്കുകളുടെ നിരക്കുമായി ബന്ധപ്പെട്ടാണ്. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ഇൻട്രസ്റ്റ് റേറ്റിൽ തൽസ്ഥിതിയാണ് തുടർന്നിരിക്കുന്നത്. ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു വർഷത്തെ ലോൺ പ്രൈം നിരക്ക് 3.0% എന്നും 5 വർഷത്തെ നിരക്ക് 3.5% ആയിട്ടും നിലനിർത്തിയിരിക്കുന്നു. ഇനി ജപ്പാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ കണക്കുകൾ തന്നെയാണ് പ്രധാനമായിട്ടും ഫോക്കസിലേക്ക് വരുന്നത്. ജപ്പാന്റെ കോർ ഇൻഫ്ലേഷൻ നിരക്ക് മെയ് മാസത്തിൽ 3.7% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. 2023 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷൻ കണക്കുകളിൽ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പലിശ നിരക്ക് 4.25% ആയിട്ട് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഡാറ്റകൾ സ്വാധീനിക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. നമ്മൾ ഈ ഒരു വീക്കിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ഡാറ്റകൾ, മാക്രോ എക്കണോമിക് ഡാറ്റകൾ വരാനിരിക്കുന്നു. ഇനി തുടർന്നുള്ള ആഴ്ചകളിൽ മാർക്കറ്റിൻ്റെ ഒരു ഗതി നിർണ്ണയിക്കുക ഇത്തരത്തിലുള്ള ഡാറ്റകളും കണക്കുകളും ആയിരിക്കുമെന്ന്. സർ, മറ്റു പ്രധാനപ്പെട്ട എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ? ജാസ്മിൻ, പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്ക് ഗോഡ് ഇറ്റ്സ് ഫ്രൈഡേ എന്നുള്ളതാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ ജാസ്മിൻ പറഞ്ഞു വളരെ കറക്റ്റാണ്. കാര്യം നമുക്ക് US മാർക്കറ്റിൽ നിന്ന് ഒരു ഹാൻഡ് ഓവറും ഇല്ല. കാര്യം ഇന്നലെ US-ലെ ട്രഷറിയും US ഇക്വിറ്റി മാർക്കറ്റ്സും ക്ലോസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ക്യൂസ് ഒന്നും അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ. പിന്നെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഏതാണ്ട് ഒരാഴ്ചയായി അല്ലേ ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട്. എനിക്കൊന്നും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അന്ന് വെളുപ്പിനാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ 7 ദിവസമായിട്ട് പോലും ദർ ഈസ് നോ സൈൻ ഓഫ് ഡി എസ്കലേഷൻ അല്ലേ. ഒരു ഡി എസ്കലേഷനോ ഒരു നെഗോസിയേഷനോ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവുന്നുണ്ടെങ്കിൽ പോലും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഡി എസ്കലേഷൻ മൂവ് ഒരിടത്തും കാണുന്നില്ല. ഇൻസ്റ്റഡ് അത് എസ്കലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ചത്ത മാർക്കറ്റാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. നമുക്ക് ഒന്നുമില്ല പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ആകെപ്പാടെ നമുക്ക് അതിനകത്ത് ഇന്നലെ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു ക്യൂസ് എന്ന് പറയുന്നത് ക്രൂഡ് മാർക്കറ്റിലാണ്. അപ്പോൾ ക്രൂഡിൻ്റെ വില, ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇന്നലെ $77 പെർ ബാരൽ വരെ പോയിരുന്നു എന്നുള്ള. എന്നിട്ട് അവിടെ നിന്ന് കുറച്ചൊന്ന് റീട്രേസ് ചെയ്ത് $77 പെർ ബാരൽ വരെ വന്നു. അത് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ വാഷിങ്ടണിൻ്റെ ഒരു പ്രസ് മീഡിയ ബ്രീഫിങ്ങിൽ അവർ പറഞ്ഞത് ട്രംപ് യുദ്ധത്തിന് ജോയിൻ ചെയ്യണോ, അതായത് അമേരിക്ക ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിൽ ഇടപെടുവോ ഇല്ലേ എന്നുള്ളതാണല്ലോ ലോകത്തിൻ്റെ ആശങ്ക. കംപ്ലീറ്റ് ക്രൂഡ് മാർക്കറ്റിൻ്റെയും ആശങ്ക അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന് എന്ത് സംഭവിക്കും, ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിബിൾ അല്ലെങ്കിൽ പ്ലോസിബിൾ റിസ്ക് ആയിട്ട് നമ്മൾ കണ്ടുവച്ചിരുന്നത്. അപ്പോൾ അമേരിക്ക ട്രംപ് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ ഡിസിഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഈ ക്രൂഡിൻ്റെ മാർക്കറ്റിനെ ചെറുതായിട്ടൊന്ന് കൂൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ $77 പെർ ബാരലിൽ നിന്ന് കുറഞ്ഞ് $77 പെർ ബാരലായിട്ട് നിന്നു. എന്ന് പറഞ്ഞാലും 77 കുറവാണെന്ന് പറയാൻ പറ്റില്ല. $60-62 പെർ ബാരൽ വരെ പോയിരുന്നതാണ് ഇപ്പോൾ ഈ ലെവലിലേക്ക് വരുന്നതെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ ഈ 2 ആഴ്ച എന്ന് വൈറ്റ് ഹൗസിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് വന്നല്ലോ. അത് പൊതുവേ എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചത്തെ ബ്രീത്തിങ് സ്പേസ് കൊടുത്താണെന്ന് തോന്നുന്നു. അതായത് ഇത് ഒരു റൂം ഫോർ നെഗോസിയേഷൻ. ഒരു സൈഡിൽ തന്നെ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞു വയ്ക്കണമെങ്കിൽ ഇറ്റ്സ് ടു ലേറ്റ്, അതായത് ഇനിയിപ്പോൾ വളരെ താമസിച്ചു പോയി എന്ന് പറയുന്നതോടുകൂടി തന്നെ ഒരു 2 ആഴ്ച വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ എവിടെയെങ്കിലും നെഗോസിയേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയായ സൗദി അറേബ്യയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് നെഗോഷിയേറ്റ് ചെയ്ത് ഇറാനെ ഒന്ന് തണുപ്പിച്ച് ഇറാൻ ന്യൂക്ലിയർ കാര്യങ്ങളിലൊക്കെ ലോകം പറയും പോലെ അമേരിക്ക പറയും പോലെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സീസ് ഫയർ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. ഏതായാലും 2 ആഴ്ചത്തേക്ക് അമേരിക്ക ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു ന്യൂസാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇന്നലെ നമുക്ക് കിട്ടിയ ഒരു ന്യൂസ് അനുസരിച്ച് ഇപ്പം നമ്മളെ സംബന്ധിച്ചും ഈ വാറൊക്കെ കവർ ചെയ്യാന്ന് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. അതുമാത്രമല്ല നമ്മൾ മറ്റുള്ള മാധ്യമങ്ങളെ പോലെ വെറുതെ ഇനി അത് എന്താ പറയുക അവർ ഇത് യൂസ് ചെയ്തു എന്ന് പറയാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ഇൻ്റർനാഷണൽ മീഡിയ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്രായേൽ ഹാസ് ഹിറ്റ് ഇറാൻസ് അറാഖ് ന്യൂക്ലിയർ ഫെസിലിറ്റി. ഈ അറാഖ് ന്യൂക്ലിയർ ഫെസിലിറ്റി കൂടാതെ നറ്റാനസ് ന്യൂക്ലിയർ അസറ്റ്സും ഇസ്രായേൽ ഇറാൻ്റെ ആക്രമിച്ചു എന്നാണ് കേൾക്കുന്നത്. തിരിച്ച് ബാലിസ്റ്റിക് മിസൈൽസ് ആയിട്ട് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു. ഞാനിത് പറഞ്ഞത് ഏത് സ്ഥലത്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് വെപ്പൺ യൂസ് ചെയ്തു എന്നല്ല. സാധാരണ ഈ വാറിൻ്റെ ഒരു സൈക്കോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെപ്പൺസ് അല്ലെങ്കിൽ ഏതൊക്കെ ലൊക്കേഷൻസിലാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യണത്
അതനുസരിച്ചിട്ടാണ് നമ്മളൊരു വാറിൻ്റെ ഇൻറ്റൻസിറ്റി ഏതുവരെ ആയി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതായത് പൊതുവെ ഡിഫൻസ് അനലിസ്റ്റുകളും ഡിഫൻസ് കമൻറ്റേറ്റേഴ്സും നമ്മളിപ്പോൾ യൂറോപ്യൻ അല്ലെങ്കിൽ US അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഗ്ലോബൽ ചാനൽസ് നോക്കണേ അവർ പറയണത് ഈ യുദ്ധത്തിൽ ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്ന ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറഞ്ഞില്ലേ, അത് മാത്രമല്ല ഈ ന്യൂക്ലിയർ അസറ്റ്സിൽ ഹിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു എസ്കലേഷനാണ് കാണിക്കുന്നത്, ഒരു ഡി എസ്കലേഷൻ അല്ല കാണിക്കുന്നത്. അപ്പോൾ ദ വാർ ഈസ് ഗോയിങ് വെരി ഇൻറ്റൻസ് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് ഗ്ലോബൽ അറീനയിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത്. ഇന്നിപ്പോൾ US സംബന്ധിച്ച് US ഒരു ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. അതായത് ജൂൺ ഓപ്ഷൻസ് എക്സ്പയർ ചെയ്യാണ് ഇന്ന് അമേരിക്കയിൽ. അത് ആക്ച്വലി ലാർജസ്റ്റ് ഓൺ റെക്കോർഡാണ്. അതായത് 6 ട്രില്യൺ സൈസാണ് അതിൻ്റെ എന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് ഇന്ന് ലേറ്റർ ടു നൈറ്റ് വരാനിരിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. രണ്ടാമത് ഇന്ന് തന്നെ ലേറ്റർ ടു നൈറ്റ് അഗെയിൻ അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് അക്സെഞ്ചറിൻ്റെ റിസൾട്ട്സ് അമേരിക്കൻ മാർക്കറ്റിൽ വരാൻ ചാൻസ്. ഈ അക്സെഞ്ചറിൻ്റെ റിസൾട്ട്സ് നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ IT കമ്പനീസിൻ്റെ ഒരു ഗൈഡൻസിനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. കാര്യം അക്സെഞ്ചറിൻ്റെ റിസൾട്ട്സും ഗൈഡൻസും അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ഗ്രോത്തിൻ്റെ പ്രോസ്പെക്ട്സും ഫോർകാസ്റ്റും ഒക്കെ നമ്മുടെ IT കമ്പനീസിന് ഒരു ഹാൻഡ് ഓവർ ഒരു ക്യൂസുമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം പറയാതിരിക്കാൻ ഒക്കില്ല കേട്ടോ, ഈ IT കമ്പനീസിൻ്റെ കാര്യത്തിൽ ഈ CLSA മോർഗൻ സ്റ്റാൻലിയും ഒരു കോഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യൻ IT കമ്പനീസ് ഒന്ന് കോഷൻ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ US ഫെഡറൽ റിസർവ് US ഗ്രോത്ത് 1.7% 1.4% ആയിട്ട് ഇന്നലെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ജനറലി US ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് കുറയുക അല്ലെങ്കിൽ ഡീഗ്രോത്ത് എന്ന് പറയുന്നത് ഈസ് ബാഡ് ഫോർ IT കമ്പനീസ് നമ്മൾ പൊതുവേ പറയാറുണ്ട് എന്നുള്ള. അപ്പോൾ ഇന്ത്യൻ IT കമ്പനീസിൻ്റെ കാര്യത്തിൽ ഒരു കോഷ്യസ് ആയിട്ട് പോകണമെന്നും CLSAയും മോർഗൻ സ്റ്റാൻലി ഒന്ന് വാൺ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈവൻ ദെൻ ഒരു ക്വാർട്ടറോട് കൂടി കഴിയുന്നതോടുകൂടി തന്നെ സിറ്റുവേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ആവും എന്നുള്ള രീതിയിലേക്കാണ് അവർ പറയുന്നത് പോലും. അപ്പോൾ IT കമ്പനീസിൻ്റെ കാര്യത്തിൽ ഒന്ന് വാച്ച് ചെയ്യണം. എനിക്ക് തോന്നുന്നു 2 ദിവസം ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മുടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു പ്രത്യേകതയും ഇന്നലെ ഇല്ലായിരുന്നു, ഒരു ഫ്ലാറ്റ് ആണെന്നുള്ളത്. ബട്ട് ഈവൻ ദെൻ ശ്രദ്ധിക്കുക, ഡീപ്പ് ഇൻസൈഡ് ദ മാർക്കറ്റ് നമ്മൾ അതിനകത്ത് ഉള്ളിലോട്ട് പോയി വെൻ യു സ്ക്രാച്ച് ദ സർഫസ് യു വിൽ ഫൈൻഡ് ദാറ്റ് മിഡ് ക്യാപ്സ് ആൻഡ് സ്മോൾ ക്യാപ്സിന് ഭേദപ്പെട്ട ഒരു അടി ഇന്നലെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു 1.5% മുകളിൽ മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്സിനും ചെറുതായിട്ടൊന്ന് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പ് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഒരു മുകളിലോട്ട് ഒരു അപ്വേർഡ് സൈഡിൽ നമുക്ക് വരുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 24,982 ആയിരുന്നു. ഞാൻ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ ഏതാണ്ട് ഡൗൺവേർഡിൽ ഒരു സപ്പോർട്ട്, ഡൗൺ സൈഡിലെ സപ്പോർട്ട് 24,473 ആയിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഈ റേഞ്ച് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു ഡിസിപ്ലിനോടെ എന്നുള്ളതാണ് മാർക്കറ്റ് ഉറ്റുനോക്കുന്നത് എന്നുള്ള. ഇതൊക്കെ ആയിരിക്കാം അടുത്ത ആഴ്ചയ്ക്ക് മാർക്കറ്റിനെ ഗൈഡ് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ആസ് എക്സ്പെക്റ്റഡ് ചൈനീസ്, അതായത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന അല്ലേ, അതായത് PBOC ഇൻട്രസ്റ്റ് റേറ്റ്സ് അൺചേഞ്ച്ഡ് ആയിട്ട് വെച്ചു എന്നുള്ളത് ഒരു ഗ്ലോബൽ ക്യൂ ആയിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമത് ഈവൻ ജാസ്മിൻ അത് മെൻഷൻ ചെയ്തിരുന്നു, കോർ ഇൻഫ്ലേഷൻ ഇൻ ജപ്പാൻ മേയിൽ 3.7% ഉയർന്നു എന്നുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റ് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ നമുക്ക് ഹാൻഡ് ഓവർ എന്ന രീതിയിൽ നോക്കാനായിട്ട്. പിന്നെ നമുക്കൊന്ന് ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകൻ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ആക്ച്വലി റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നത് എന്താ വെച്ചാൽ ഈ പ്രോജക്റ്റ്, അതായത് അദ്ദേഹം ചോദിച്ചത് PFC എന്തായിരുന്നു ചോദ്യം, RBIയുടെ എന്തെങ്കിലും തീരുമാനങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ക്വയറി. അതൊരു വളരെ വാണ്ടഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ടൈംലി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ RBIയുടെ ഈ പ്രോജക്ട് ഫിനാൻസിങ്ങിന് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ പ്രോജക്ട് ഫിനാൻസ് ഗൈഡ് ലൈൻസിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് RBI കഴിഞ്ഞ കൊല്ലം ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ ഇറക്കി. ആ ഡ്രാഫ്റ്റ് പ്രപ്പോസൽസിൽ ഈ പ്രോജക്ട് ഫിനാൻസിങ്ങിനെ കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് ആണ്. അതായത് നമ്മൾ ഒരു ബാങ്കോ അല്ലെങ്കിൽ ലാർജ് NBFCയോ നമ്മളൊരു പ്രോജക്റ്റിന് ഫണ്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ പ്രോജക്റ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കാം. അതായത് അതിൽ നിന്ന് പ്രോഫിറ്റ്സ് ഒന്നും കിട്ടി തുടങ്ങിയില്ല, അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് പോകുന്നത്. അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ RBI പറയുന്നത് വെച്ചാൽ ഈ പ്രോജക്റ്റ് ചിലപ്പോൾ ഫെയിലുവർ ആവാം അല്ലെങ്കിൽ പകുതി വെച്ച് നിന്നു പോവാം. അപ്പോൾ അതൊരു ചെറിയതായിട്ടുള്ള റിസ്ക് അതിനകത്ത് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി ഫണ്ടിങ് കൊടുക്കുന്ന NBFCs അല്ലെങ്കിൽ ബാങ്ക്സ് നിങ്ങൾ കൊടുക്കുന്ന പൈസയുടെ 5% ഒരു കണ്ടിൻജൻസി ആയിട്ട് നിങ്ങൾ മാറ്റിവെക്കണം, അതായത് പ്രൊവിഷനായിട്ട് മാറ്റിവെക്കണം 5%. ഇതാണ് പറഞ്ഞത്. ഇത് ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് ആയിരുന്നു കേട്ടോ. അതായത് ഇപ്പം 100 രൂപയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 5 രൂപ ഒരു റിസ്ക് ആയിട്ട്, അതായത് ഒരു എന്താ പറയുക, ഒരു പ്രൊവിഷനായിട്ട് മാറ്റിവെക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നൊരു എക്സാമ്പിൾ ആലോചിക്കുക. നമ്മളൊരു NBFCയോ ബാങ്കോ ആണെങ്കിൽ നമ്മളൊരു 1000 കോടി അല്ലെങ്കിൽ 100 കോടി അല്ലെങ്കിൽ 1000 കോടി വിചാരിക്കും, ഒരു 1000 കോടി നമ്മളൊരു പ്രോജക്റ്റ് ഫണ്ടിങ് ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ ഒരു ഓൺഗോയിങ് പ്രോജക്റ്റാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, റവന്യൂ കിട്ടിയില്ല. അത് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു 5% നമ്മൾ റിസർവായിട്ട് മാറ്റും.
മനസ്സിലായില്ല? അപ്പോൾ 1 ലക്ഷം കോടി കൊടുക്കുകയാണെങ്കിൽ 5000 കോടി നമ്മൾ അതിനു വേണ്ടി തന്നെ മാറ്റി വെക്കണം എന്നുള്ള. അപ്പോൾ ഇത് ചില PSU ബാങ്ക്സിനും ലാർജ് NBFCസിനും ഇത് വളരെ മോശമായിരുന്നു എന്നുള്ള. അതായത് ഇപ്പോൾ ഹഡ്കോ അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച പോലെ തന്നെ എന്താണ് PFC അല്ലെ, PFC, REC അല്ലെങ്കിൽ എന്താ IRFC എന്നുള്ള കമ്പനികൾക്കൊക്കെ ഇതിന് നെഗറ്റീവ് ആയിരുന്നു. കാര്യം വെച്ചാൽ നമ്മൾ ഈ ലോൺ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ കുറെ ക്യാപിറ്റൽ ശരിക്കും പറഞ്ഞാൽ അത് റിസർവ് ആയിട്ട് മാറ്റി വെക്കണം. അപ്പം നമ്മുടെ ലെൻഡിങ് കേപ്പബിലിറ്റി കുറയും. കാര്യം അത്രയും പൈസ ലോക്കായി കിടക്കും എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ്സിനെ ഒന്നും ഇത് അഫക്ട് ചെയ്യുന്നില്ല. ഇതൊരു ബുക്ക് എൻട്രി മാത്രമാണ്. ബട്ട് ഈവൻ ദെൻ ആ പൈസ നമ്മൾ പ്രൊവിഷനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ അതെടുത്ത് നമുക്ക് ലെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ലെൻഡിങ് കമ്പനീസായ ലാർജ് NBFC കമ്പനീസാ ഈ പറഞ്ഞ പോലെ കുറച്ച് PSU ബാങ്ക്സും ചെറുതായിട്ടൊന്ന് പ്രഷറൈസ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം. അത് 5% എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട്, റൈറ്റ്? അപ്പോൾ ആ പ്രോജക്ട് ഫിനാൻസിങ് കമ്പനീസിന് ഒരു റിലീഫ് വന്നേക്കണമെന്ന് വെച്ചാൽ ഇന്നലെ RBI അതിന്റെ ഫൈനൽ ഗൈഡ് ലൈൻസ് ഡ്രാഫ്റ്റിൽ നിന്ന് മാറി ഫൈനൽ ഗൈഡ് ലൈൻസിലേക്ക് വന്നിട്ടുണ്ട്. ഫൈനൽ ഗൈഡ് ലൈൻസിൽ അവർ പറയുന്ന കാര്യം വെച്ചാൽ 5% അല്ല, 5% ഞങ്ങൾ ഡ്രാഫ്റ്റിൽ മെൻഷൻ ചെയ്തെന്നുള്ളൂ, അത് 1% ആയിട്ട് കുറച്ചു എന്നുള്ള. 1% എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ആലോചിക്കാം, 1 ലക്ഷം കോടി നമ്മളൊരു പ്രോജക്ട് ഫിനാൻസിങ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ്, അതിന് റവന്യൂവും പ്രോഫിറ്റ്സ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇക്വലന്റ് ആയിട്ട് നിങ്ങൾ വെക്കേണ്ട പ്രൊവിഷൻ 1000 കോടിയായി മാറുന്നു. 5000 കോടി എന്നായിരുന്നു ഡ്രാഫ്റ്റ് പ്രൊപ്പോസൽ. 5%ൽ നിന്നും കുറഞ്ഞ് 1% ആയി എന്നുള്ള. അപ്പോൾ അത്രയും ക്യാഷും കൂടി ഫ്രീ ആയി ഈ പറയുന്ന പോലെ NBFCക്കും PSUസിനും അതിന് അഡീഷണൽ ആയിട്ട് ലെൻഡ് ചെയ്യാം എന്നുള്ളത് ആ കമ്പനീസ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. ഇത് നമ്മുടെ എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആണ് കാര്യം. ഇതൊരു നെഗറ്റീവായിട്ട് ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ റെഗുലേറ്റർ ഇപ്പോൾ RBI പറയുന്ന ചില കാര്യങ്ങളോട് നമുക്ക് RBI പറയുന്ന അനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ. അതാണ് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ RBI എന്താണ് ഉദ്ദേശിക്കുന്നതെന്നില്ല, ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു, അത് കഴിഞ്ഞ് ഫൈനൽ ഗൈഡ് ലൈൻസും മാറുന്നു. നമ്മളിപ്പോൾ തന്നെ കണ്ടല്ലോ ഈ ഗോൾഡ് ലോൺ NBFCക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ഇട്ടിട്ട് ഡിസ്കഷൻ പേപ്പറിൽ ഇട്ടിട്ട് അതിൽ നഷ്ടപ്പെട്ട ആർക്കാ? ആ എഫക്റ്റീവായിട്ട് ആ റൂള് വന്നിട്ടുമില്ല. അപ്പോൾ അതുപോലെ കൺസ്യൂമറിനും എഫക്ട് ചെയ്തില്ല, ഗോൾഡ് ലോൺ NBFCകൾക്കും അഫക്ട് ചെയ്തില്ല. അഫക്ട് ചെയ്താരാ? അതിനകത്തുള്ള ഇൻവെസ്റ്റേഴ്സിനാണ്. അവർക്ക് ഒരു ലോസ് ഓഫ് വെൽത്ത് അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ സംഭവിച്ചു എന്നുള്ള. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡ്രാഫ്റ്റ് പ്രൊപ്പോസൽ ഇടുമ്പോൾ എന്താ സംഭവിച്ചത്? ഈ IRFC, PFC അല്ലെങ്കിൽ അതേപോലത്തെ ലാർജ് ഫിനാൻസിങ് നടത്തുന്ന PSU ബാങ്ക്സിന്റെ ഷെയർ പ്രൈസിനും ആ ഷെയർ ഹോൾഡേഴ്സിനുമാണ് പ്രോബ്ലം വന്നേക്കണേ. ആ റൂൾ എഫക്റ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ RBI ചെയ്യുന്ന ഡിസ്കഷൻ പേപ്പേഴ്സ് കൊള്ളാം. ഒന്നില്ലെങ്കിൽ RBI കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ച് മാന്യമായിട്ട് പെരുമാറണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വെൽത്ത് ഡിസ്ട്രക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. ക്യൂരിയസ് കേസ് ഓഫ് RBI എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാന്നുള്ളത്. പിന്നെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് ജാസ്മിൻ, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി റാദർ ആൻ ഓബ്ലിഗേഷനാണ്. അതായത് നമ്മൾ ഇതേപോലെ സ്പോട്ട്ലൈറ്റ് ചാനലിൽ നമ്മൾ അവതരിപ്പിച്ച സ്റ്റോക്കാണ് അല്ലെ, നമ്മൾ ഏതാണ്ട് എന്റർടൈൻമെന്റിന്റെ ആ ഒരു സ്റ്റോക്ക് ഡിസ്കവറി അല്ലെങ്കിൽ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് മുന്നിൽ വെച്ചപ്പോൾ നമ്മൾ അതിനകത്തുള്ള എല്ലാ നെഗറ്റീവ്സും വന്നു കഴിഞ്ഞു എന്നുള്ളൊരു കാരണത്താൽ സിയുടെ ബിസിനസ്, അത് പ്രത്യേകിച്ച് നമ്മൾ പറയാൻ കാര്യം ഇന്ത്യയിൽ ഇത്രയും വലിയൊരു മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സെക്ടറിന്റെ ലാർജസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ലീഡറായി കിടക്കുന്ന ഒരു സ്റ്റോക്കിന് ഇതേപോലെ ഒരു നെഗറ്റിവിറ്റി സംഭവിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന സിനാരിയോ നമ്മളൊന്ന് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു. 97-100 രൂപയും കണ്ടായിരുന്നു, അവിടെ നിന്ന് 136 വരെ പോയി. ഏതാണ്ട് 30-35% റിട്ടേൺ അതിനകത്ത് കിട്ടിയെന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യം. കോയിൻസിഡൻസ് നമ്മുടെ അഡ്വൈസ് ആയിട്ട് പറയില്ല, അതൊരു കോയിൻസിഡൻസോ ലക്കോ കൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത്. ബട്ട് അതിനകത്തൊരു കാര്യം വെച്ചാൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്ന കാര്യം വെച്ചാൽ അതിന് ആ നെഗറ്റീവ്സ് എല്ലാം മാർക്കറ്റ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരാനുള്ളത് പോസിറ്റീവ് ന്യൂസ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ന്യൂസ് വന്നിരുന്നു. അതായത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഏതാണ്ട് 16.95 crore വാറണ്ടുകൾ ആ കമ്പനിയുടെ പ്രൊമോട്ടർ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന ആ ഫാമിലി ആയിട്ടുള്ള സുഭാഷ് ചന്ദ്ര ഫാമിലി, സുഭാഷ് ചന്ദ്രയുടെ മകൻ പുനീത് ഗോയങ്കയ്ക്ക് 6.95 crore കൺവേർട്ടബിൾ വാറന്റ്സ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിങ്ങൾ മേടിക്കുന്നതിന്റെ ചെറിയൊരു പെർസെന്റേജ് മാത്രം ഇപ്പൊ കൊടുത്താൽ മതി, ബാക്കി എപ്പോഴാണോ നിങ്ങൾ ഈ വാറന്റ് കൺവേർട്ട് ചെയ്ത് ഷെയർ ആക്കുന്നത് ആ സമയത്ത് മാത്രം ബാക്കി 75% കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താ, പ്രൊമോട്ടർ 2237 കോടി കൊടുത്ത് ഏതാണ്ട് ഈ പറയുന്ന കൺവേർട്ടബിൾ വാറന്റ്സ് കംപ്ലീറ്റ് എടുക്കുകയാണ് എന്നാണ് മനസ്സിലായത്. അത് കാരണം പ്രൊമോട്ടേഴ്സിന്റെ സ്റ്റേക്ക് 4% നിന്ന് 18% ഉയരുന്നു, വിച്ച് ഈസ് എ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ അല്ലെ. അത് മാത്രമല്ല കമ്പനിക്ക് അതേപോലെ ഫണ്ട്സും കിട്ടും എന്നുള്ളതാണ്. അപ്പൊ 2230 കോടിയുടെ 25% ഇപ്പൊ കൊടുക്കേണ്ടത്. അതെന്ന് പറയുന്നത് ഏതാണ്ട് 560 കോടി പ്രൊമോട്ടർ ഇപ്പൊ കൊടുത്താൽ മതി. എപ്പോഴാണ് ഇത് കൺവേർട്ട് ചെയ്യണേ ആ സമയത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള 75% കൂടെ കൊടുത്താൽ മതി, വിച്ച് ഇസ് എ ഫെയർലി ഗുഡ് ന്യൂസ്. ബട്ട് അടുത്ത കാലത്ത് ഇന്നിപ്പോ മിക്ക
മിക്ക പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് ഉണ്ട്, വിച്ച് ഈസ് ഓൾസോ എ ഗുഡ് ന്യൂസ്. അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് ഇന്നിപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അവരുടെ പ്രൊമോട്ടർ ഫാമിലി ഉണ്ടല്ലോ, സുഭാഷ് ചന്ദ്ര ആൻഡ് ഫാമിലി പറയുന്നത് വെച്ചാൽ അവർക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ട് പല സ്ഥലത്തും. ആ പൈസകൾ കളക്ട് ചെയ്യേണ്ട ഭാഗമായിട്ട് ഏതാണ്ട് 800 കോടി രൂപ, അതായത് റിസീവബിൾസ് എന്ന് പറയില്ലേ, നമുക്ക് പൈസ കൊടുക്കാനുള്ളവർ, പൈസ നമുക്ക് തരാനുള്ളവർ, ആ തരാനുള്ളവരിൽ നിന്ന് പൈസ പിരിച്ചെടുക്കുകയാണെന്നാണ് അവർ പറയുന്നത്. 800 കോടി രൂപ ഞങ്ങൾ ഓൾറെഡി പിരിച്ചു. 3 പേരിൽ നിന്ന്, ആരുടെ നിന്ന്? മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് പിരിച്ചു. നമ്മൾ 2 PSUs, ഒരു ഹരിയാനയിലുള്ള PSUവിൻ്റെ ഒരു മധ്യപ്രദേശിലുള്ള PSUവിൻ്റെ മേടിച്ചു. ഏതാണ്ട് 800 കോടി നമുക്ക് തിരിച്ചു കിട്ടി. ഇതുകൂടാതെ 1300 കോടിയും കൂടെ നമുക്ക് തിരിച്ചു കിട്ടാനുണ്ട്, വിച്ച് ഈസ് അഗെയിൻ എ ഗുഡ് ന്യൂസ്, വിച്ച് ഈസ് എ ഗുഡ് ന്യൂസ് ഫോർ ദ സ്റ്റോക്ക് ആസ് വെൽ ആസ് ഫോർ എ ഷെയർ ഹോൾഡർ. ബട്ട് ഈവൻ ദെൻ ഇതെല്ലാ പത്രങ്ങളും ഞാനിപ്പോൾ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ സ്പോട്ട്ലൈറ്റിൽ തന്നെ അവതരിപ്പിച്ച നമ്മുടെ ബേബിയാണ് ഈ സ്റ്റോക്ക്. എങ്കിലും ഞാൻ ഇൻവെസ്റ്റ് എടുത്തത് ബി കോഷ്യസ്. കാര്യം എന്ന് വെച്ചാൽ ഈ കമ്പനി ഈ ഒരു പബ്ലിക് റിലേഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. അതായത് അവർ മാർക്കറ്റ് ചെയ്യാണ് സ്റ്റോക്ക്, അത് മനസ്സിലായി. കാര്യം അവർ വലിയ വലിയ ന്യൂസ് കൊണ്ടുവരും. ന്യൂസൊക്കെ നല്ല കാര്യം, ഇത്രയും നാളും ഇല്ലാത്ത വികർ ഇത് എവിടെ നിന്ന് വന്നു പെട്ടെന്ന്. അപ്പോൾ ഈ പറയുന്ന പോലെ അവർ 132 രൂപയ്ക്ക് എങ്ങാണ്ടാണ് അവർ വാറന്റ് സബ്സ്ക്രൈബ് ചെയ്തതെന്നുള്ളത് അല്ലേ. അപ്പോൾ 100 രൂപ ഉള്ളപ്പോഴാണ് അവർ ഈ ന്യൂസ് കൊണ്ടുവരുന്നത്. ആ സ്റ്റോക്ക് അപ്പോഴത്തേക്കും തന്നെ ഏതാണ്ട് 136 രൂപ പോയി. അതായത് ഇത് ആരൊക്കെയോ അറിയാമായിരുന്നു എന്നുള്ളത്. അതിനുശേഷമാണ് 136 പോയതിനു ശേഷമാണ് ഈ ന്യൂസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അത് മാത്രമല്ല അവരൊരു പബ്ലിക് റിലേഷൻസ് എക്സസൈസ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി അവർ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യാൻ, കാര്യം അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തല്ലോ, ഇനി അവർക്ക് ഇൻക്രീസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതൊരു നല്ല കാര്യമാണ് ഷെയർ ഹോൾഡേഴ്സിന്. ബട്ട് ഈവൻ ദെൻ അതിനകത്ത് കിടന്ന് കളിക്കാനായിട്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. സോ ബി കോഷ്യസ്ലി ഓപ്റ്റിമിസ്റ്റിക് എന്നുള്ള വാക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം. ഇനി ഇതിനെ ബേസ് ചെയ്ത് ചാനലുകളിലും ഈ പേപ്പറുകളിലും ഇവരിങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കും. ഇവർ ഈ പറഞ്ഞ പോലെ പല മാധ്യമങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് മാധ്യമങ്ങൾ ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവരുടെ നല്ല ന്യൂസ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കി വായിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ ജാസ്മിൻ, നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കാതെ വയ്യ. നമുക്കിപ്പോൾ ഇന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്, എക്കണോമിക് ടൈംസ് ആണ് അത് റിപ്പോർട്ട് ചെയ്തത്. അതായത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ, നമ്മുടെ നിതിൻ ഗഡ്കരിയുടെ, അദ്ദേഹം ഈ റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന വെച്ചാൽ January 1, 2026 മുതൽ എല്ലാ ബൈക്കുകൾക്കും ABS നിർബന്ധമാണ്, എല്ലാ 2 വീലേഴ്സും. ഇത്രയും നാള് 125 എന്നൊന്നും 150 cc മുകളിലുള്ള ബൈക്കുകൾക്ക് മാത്രമേ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പം അതിന് കീഴോട്ടും അതിന് താഴോട്ടുമുള്ള എല്ലാ ബൈക്സിനും മാൻഡേറ്ററി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ 75% ഓഫ് 2 വീലർ സെയിൽസ് പറഞ്ഞാൽ 75 cc to 125 cc. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കവർ ചെയ്യുന്നതോടുകൂടി എല്ലാ 2 വീലേഴ്സും കവർ ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. ഒരു കണക്ക് അവർ പറയുന്നത് വെച്ചാൽ 20% ഓഫ് റോഡ് ആക്സിഡൻസ് 2 വീലർ കാരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷർ ആയിട്ടാണ് ഇതിനെ കാണിക്കുന്നത്, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നത് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഒരു എന്താ പറയുക എൻട്രി ലെവൽ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2000 മുതൽ 5000 രൂപ വരെ ഒരു ബൈക്കിന് അല്ലെങ്കിൽ ഒരു 2 വീലറിന് വില കൂടുമായിരിക്കാം. കാര്യം ഈ ഒരു അഡീഷണൽ ഫീച്ചർ ഫിറ്റ് ചെയ്ത് കാരണം ആ കോസ്റ്റ് ടു ദ കമ്പനി. അപ്പോൾ 2 വീലർ കമ്പനീസിന് ചെറിയ രീതിയിൽ ഒരു പ്രൈസ് ഇൻക്രീസ് വരും. ബട്ട് ഈവൻ തന്നെ എല്ലാവർക്കും ഒരുപോലെ വരുന്നതുകൊണ്ട് അതിനകത്തൊരു കമ്പാരിസൺ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കേണ്ട, അങ്ങനെയാണെങ്കിൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റവും അതിന്റെ സെൻസേഴ്സും അതിന്റെ കണക്ടേഴ്സും കൊടുക്കുന്ന കമ്പനികളുണ്ടല്ലോ, ഓട്ടോമോട്ടീവ് കമ്പോണന്റ് കമ്പനീസിന് അത് ബെനിഫിറ്റ് ആയിട്ട് വന്നേക്കാം. അതിന്റെ മേജർ പ്ലേയേഴ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ബോഷ് ഇന്ത്യ, യൂനോ മിൻഡ കമ്പനിയുണ്ട്, എൻഡ്യൂറൻസ് ടെക് ഉണ്ട്, പ്രിക്കോൾ ഉണ്ട്, റാണെ ഹോൾഡിംഗ്സ് ഉണ്ട്, സുന്ദരം ക്ലൈറ്റൺ ഉണ്ട്, TVS ശ്രീചക്രയുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ABS മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളല്ല ഇത്. അതിന്റെ അസോസിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ സെൻസറുകൾ ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്ന കമ്പനികളുടെ ലിസ്റ്റാണ് നമ്മൾ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്ത് തരുന്നാൽ കൊള്ളാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് വരുന്ന ന്യൂസ്. ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ പറയുന്നതെന്നുള്ളത്. അപ്പോൾ IT സ്റ്റോക്സിന്റെ കാര്യം, അതുകൂടാതെ സി എന്റർടൈൻമെന്റ് ഞാൻ വീണ്ടും പറയുന്നു, അതൊരു നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കുന്ന വെച്ചാൽ ഒരു കമ്പനിയെക്കുറിച്ചുള്ള ന്യൂസ് നിരന്തരമായിട്ട് ന്യൂസ് പേപ്പറുകളിലോ മീഡിയയിലോ കവറേജോ അല്ലെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ഷെയർ പ്രൈസ് താഴെ പോകുന്നല്ല, ചിലപ്പോൾ മുകളിലോട്ടായിരിക്കും പോകുന്നത്. ബട്ട് അത് വോൺ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാര്യം നമ്മൾ സ്പോട്ട്ലൈറ്റ് അവതരിപ്പിച്ച സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 100-ൽ നിന്ന് 136 എത്തിയതിനു ശേഷമാണ് 132 ഈ വാറന്റിന്റെ ഇൻഫർമേഷൻ വരുന്നത്. അന്ന് തന്നെ ഞാൻ ഇതിനെ നോട്ട് ചെയ്ത് വെച്ചാണ്. അതായത് ന്യൂസ് വരുന്നതിന് മുമ്പേ തന്നെ സ്റ്റോക്ക് 100-ൽ നിന്ന് 136 ആയി കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് കുറെ ഓപ്പറേറ്റേഴ്സ് ഇത് അറിയാമായിരുന്നു ഓൾറെഡി. അതെ, നമ്മൾ സാധാരണ മാർക്കറ്റിൽ നമ്മളൊരു സെയിങ് പറയില്ലേ, ബൈ ഓൺ റൂമർ ആൻഡ് സെൽ ഓൺ ന്യൂസ് എന്നാണ് സാറ് പറയുന്നത്. അതായത് റൂമർ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് തുടങ്ങും. അതായത് ഈ 100 രൂപയെന്ന് സത്യം പറഞ്ഞാലോ ജാസ്മിൻ, നമ്മളിത് അവതരിപ്പിച്ചത് 100-ൽ നിന്ന് 130 പെട്ടെന്നായപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിച്ചു. എന്തായിരിക്കും കാരണം? അത്രയ്ക്ക് മാത്രം ഇത് മാർക്കറ്റിന് അറിയാത്തൊരു ന്യൂസ് ഒന്നുമല്ല, എന്തോ ഒരു ന്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നു. അത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഈ പ്രൊമോട്ടർ വാറണ്ട് കൺവേർട്ട് ചെയ്യുന്നു, 2200 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്റ്റേക്ക് 4%, അതായത് 3.7-8 എന്നാണ്, അതിൽ നിന്ന് 18% ഉയർത്തുന്നു എന്നുള്ള
എന്നുള്ള ന്യൂസ് വന്നപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ കുറച്ച് പേർക്ക് അറിയാമായിരുന്നു, അത് കാരണം സ്റ്റോക്ക് അടിച്ച് പൊക്കിയതാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഈ കമ്പനിയുടെ പുറകിൽ നടക്കുന്നതുകൊണ്ടും ഇന്നലെ ഈ ന്യൂസ് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്, അതായത് 800 crores ഞങ്ങൾക്ക് പിരിച്ചു കിട്ടി ഓൾറെഡി, ഇനി 1200 1300 കോടിയും കൂടെ ഞങ്ങൾ പിരിച്ചു കിട്ടും എന്നുള്ള പോസിറ്റീവ് ന്യൂസ് മാത്രം തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കോഷൻ അഡ്വൈസ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് അവർ ഓബ്ലിഗേഷൻ റാദർ എ ഡ്യൂട്ടി. അത് നമ്മൾ മൈഫിൻ എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിൾ ചാനൽ എന്ന രീതിയിലും റെസ്പോൺസിബിൾ എഡിറ്റോറിയൽ ഡെസ്ക് എന്നുള്ള രീതിയിലും ഞങ്ങളുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റും ജാസ്മിനും എനിക്കും അതിൻ്റേതായ ഉത്തരവാദിത്തമുണ്ട്. അത് ഞങ്ങൾ പാലിച്ചു എന്ന് മാത്രം. യെസ്, ഏതായാലും നമുക്കിനിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് കൂടി നോക്കാം. ആദ്യത്തെ ഒരു 45 മിനിറ്റ്സിലേക്ക് എത്തുകയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 63 പോയിന്റുകളുടെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തുന്നത്. 24,800 എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യമായിട്ടുള്ള ഒരു ഷാർപ്പ് മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് കാണുന്നില്ല. എക്സ്പയറി ഡേയിലും ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. കൂടുതൽ സമയം ഒരു കൺസോളിഡേഷൻ മോഡിലായിരുന്നു മാർക്കറ്റ്. ജാസ്മിൻ, സോറി ഇന്ററപ്റ്റ് ചെയ്തതിൽ ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടാണ്. BSE മുതൽ BSEയിൽ ഒരു റീബാലൻസിങ് നടക്കും. അതായത് പുതിയതായിട്ട് കുറച്ച് ഇൻക്ലൂഷൻസ് വരാൻ, അത് വരുന്ന സ്റ്റോക്കുകൾ ട്രെൻഡും BEL ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്നാൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് നെസ്ലയും ഇൻഡസിൻഡുമാണ്. അപ്പോൾ ഈ 4 സ്റ്റോക്കുകളിൽ, അതായത് നമ്മളിപ്പോൾ പറയുന്ന വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തോട്ട് ഒരു എന്താ പറയുക ഇൻഫ്ലോ വരും. ആ ഇൻഫ്ലോ വരാവുന്ന സ്റ്റോക്ക് ട്രെൻഡും ഈ BELാണ്. ഔട്ട്ഫ്ലോ വരാമെന്നുള്ളത്, അതായത് സെല്ലിംഗ് നടക്കാവുന്നുള്ളത് ഇൻഡസിൻ ബാങ്കിലും നെസ്ലയിലുമാണ്. ഇത് നടക്കുന്ന നിർബന്ധമൊന്നുമില്ല. ബട്ട് തിങ്കളാഴ്ച മുതൽ ഇങ്ങനെ ഒരു സെൻസെക്സ് റീബാലൻസിങ് വരുന്നുണ്ട്. അതിന്റെ ഒരു റിവർബറേഷൻ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാവുന്നുള്ളത് ഒന്ന് പറഞ്ഞു വയ്ക്കണം. അപ്പോൾ സ്റ്റോക്കുകൾ കയറുകയോ ഇറങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ ഇതാണ് റീസൺ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം കൂടെ ജാസ്മിൻ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് പറയാന്നുള്ളത്, സൺ TV അറിയാലോ, സൗത്ത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തമിഴ് എന്താ പറയുക ഒരു മീഡിയ ഇതിലെ ഒരു ബെഹമത്തായിട്ടുള്ള ജയന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കണക്ഷൻ, പൊളിറ്റിക്കൽ ഫാമിലി എന്നുള്ള ഒരു ബിസിനസ്സും കൂടെയാണ് സൺ TV എന്ന് പറഞ്ഞാൽ. ആ സൺ TVയിൽ ഈ പറയുന്ന പോലെ ചെറിയൊരു ഫാമിലി ഫ്യൂഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ലൈൻ എന്ന് പറയുന്ന പത്രം കൂടുതലും ഈ സൗത്തിലെ ന്യൂസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് ഇത് മെയിൻ ഹെഡ്ലൈൻ ആണ്. മറ്റുള്ളവരെ നോർത്ത് ഇന്ത്യൻ പത്രങ്ങളെ സംബന്ധിച്ച് ഇതൊരു സൈഡ് ഹെഡ്ലൈൻ ആണെന്നുള്ള. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കലാനിധി മാരനും ദയാനിധി മാരനും ബ്രദേഴ്സ് ആണ്. ഓക്കെ, ഈ കലാനിധി മാരൻ കൂടുതലും സിനിമയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ദയാനിധി മാരൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മിനിസ്റ്റർ ആയിരുന്നു, നമുക്കറിയാം, ടെലികോം മിനിസ്റ്റർ ആയിരുന്നു UPA ഗവൺമെന്റ് എന്നറിയാം. ഇപ്പൊ ദയാനിധി മാരൻ കലാനിധി മാരൻ എഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന അക്യൂസേഷൻ എന്താണെന്ന് വെച്ചാൽ ഫ്രോഡ് പരിപാടി കൂടെയാണ് ഷെയർസ് അക്വയർ ചെയ്തത്. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ 12 ലക്ഷം ഷെയർ കലാനിധി മാരൻ 10 രൂപ ഫേസ് വാല്യൂന് സ്വന്തമായിട്ട് അലോട്ട് ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. അതായത് യാതൊരു വാല്യുവേഷനും എടുക്കാതെ മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ ഫാദർ മാരൻ, അതായത് അവരുടെ തന്നെ അച്ഛന്മാരൻ, കരുണാനിധി ഫാമിലി, ഇവരുടെ അല്ലെങ്കിൽ മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സ് ഇവരുടെ ആരുടെയും കൺസെന്റ് ഒന്നും ഇല്ലാതെ ഒരു വാല്യുവേഷനും കൂടാതെ ഏതാണ്ട് 12 ലക്ഷം ഷെയർ ഫേസ് വാല്യൂ 10ന് അലോട്ട് ചെയ്തു കലാനിധി മാരൻ എന്നാണ് ദയാനിധി മാരന്റെ ഒരു അലഗേഷൻ. അതായത് ദയാനിധി മാരൻ പറയണത് എന്താ വെച്ചാൽ 3500 കോടി രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് വെറും 1.2 crore മാത്രം കൊടുത്ത് ഈ ഷെയർ ഇല്ലീഗലി ഫ്രോഡ് ഒരു മാർഗത്തോടു കൂടി അത് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അലഗേഷൻ. സോ അവിടെ ഒരു ലീഗൽ ബാറ്റിൽ സൺ TVയിൽ തുടങ്ങി എന്നുള്ള ഒരു ഇൻഫർമേഷനും കൂടെ നമ്മൾ പാസ് ഓൺ ചെയ്യുന്നു. ജാസ്മിൻ, ഏതായാലും ഈ ഒരു മാരൻ ബ്രദേഴ്സിന്റെ ഇഷ്യൂ കാരണം തന്നെ ഇന്നിപ്പോൾ സൺ TV ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിച്ചാലും 4% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓൾറെഡി എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് അനിലയാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് അനില. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഇത് ഈ ഒരു വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. 24,864 എന്നുള്ള ഒരു നിലയിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലാണ് നിഫ്റ്റി വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നൽകാനുള്ളത്? ഇന്നിപ്പോൾ ഈ ലാസ്റ്റ് ഡേ ആണ്. എന്തെങ്കിലും കാര്യമായിട്ടൊരു അപ്സൈഡ് മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വീണ്ടും 24,800 എന്നൊരു ലെവൽ റീക്ലെയിം ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചു എന്നുള്ളത് മാത്രമാണ് നിക്ഷേപകരെ സംബന്ധിച്ച് ആശ്വാസം പകർന്നിരിക്കുന്നത്. പക്ഷേ സെക്ടേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ IT ഒഴികെ മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സിലൊക്കെ തന്നെ നമുക്കൊരു പോസിറ്റീവ് ടോൺ തന്നെയാണ് കാണുന്നത്. ഇനി മറ്റ് ന്യൂസുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്റ്റോക്സുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് മാപ്പ് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം അത് ഇന്നലത്തെ ഒരു എക്സ്പയറി ായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ന് മാർക്കറ്റിന്റെ ഒരു സ്ഥിതി അല്പം കൂടി ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ്. ഇന്നലെ ബിയേഴ്സിനായിരുന്നു ഒരു പിടിമുറുക്കം അല്ലെങ്കിൽ അല്പം കൂടി മുൻകൈ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ ബുൾസിന് ഒരു മേൽക്കൈ വിപണിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും M&M, ഭാരതി എയർടെൽ, ജിയോ, ഫിൻ, HDFC ലൈഫ് എന്നീ ഓഹരികളാണ് ഇന്നിപ്പോൾ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് നിലകൊള്ളുന്നത്. ഏകദേശം 2% മുതൽ 1% മുകളിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ ഓഹരികളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഡൗൺ സൈഡിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ഡ്രാഗ്
ഡ്രാഗ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഹീറോ മോട്ടോകോർപ്പിന്റെ ഓഹരികളാണ്. 2.25% മുകളിലൊരു ഇടിവിലേക്കാണ് എന്നിപ്പോൾ ഹീറോ മോട്ടോകോർപ്പിന്റെ ഓഹരികൾ ആദ്യത്തെ 45 മിനിറ്റുകൾ പിന്നിടുമ്പോൾ കൂപ്പുകുത്തിയിരിക്കുന്നത്. ബജാജ് ഫിനാൻസ്, വിപ്രോ, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ് തുടങ്ങി IT സ്പേസിൽ, ബജാജ് ഫിനാൻസ് ഒഴികെ മറ്റ് IT സ്പേസിലെ ഓഹരികളിലൊക്കെ തന്നെ ഇന്നിപ്പോൾ ഒരു സെൽ ഓഫ് ആണ് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IT സെക്ടറാണ് ഇന്നിപ്പോൾ മാർക്കറ്റിന്റെ അപ്സൈഡ് മൂവ്മെന്റിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ആദ്യത്തെ 45 മിനിറ്റ്സിൽ ഇപ്പോൾ പെർഫോമൻസ് നടത്തിയിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും വളരെ ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് അവിടെയും കാര്യമായിട്ടുള്ള അപ്സൈഡ് മൂവ്മെന്റ് എന്ന് പറയാൻ സാധിക്കുകയില്ല. 55,761.25 എന്ന നിലയിൽ 185 പോയിന്റ്സിന്റെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് നിഫ്റ്റി ബാങ്കിൽ നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ട് നിഫ്റ്റി ബാങ്കിന്റെ ഒരു ഹീറ്റ് മാപ്പിലേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് ഒരു അല്പം കൂടി ഭേദപ്പെട്ട നിലയിലാണ് നിഫ്റ്റി ബാങ്ക് നിലകൊള്ളുന്നത് എന്ന് തന്നെ പറയാം. പ്രധാനപ്പെട്ട ഓഹരികളിലൊക്കെ തന്നെ, അതായത് ഏകദേശം ഒരു 4 ഓഹരികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു ഓഹരികളിലൊക്കെ തന്നെ നമുക്കൊരു പോസിറ്റീവ് മൊമെന്റം കാണുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടുന്നത് വീണ്ടും ഈ ഒരു PSU ബാങ്ക് ഓഹരികളിൽ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക്, കനറ ബാങ്ക് തുടങ്ങിയ ഓഹരികൾ 1% മുന്നേറ്റം നൽകി നിഫ്റ്റി ബാങ്കിന് ഒരു മികച്ച പിന്തുണ നൽകുമ്പോൾ ഹെവി വെയിറ്റ് ആയിട്ടുള്ള HDFC ബാങ്ക് ഓഹരികളിൽ 1% മുകളിലുള്ളൊരു മുന്നേറ്റത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അല്പം അണ്ടർ പെർഫോമിംഗ് സെക്ടർ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിരുന്ന ഒരു ഓഹരിയായിരുന്നു ICICI ബാങ്ക് ഓഹരികൾ. ICICI ബാങ്ക് ഓഹരികളിലും ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോണിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം SBI, അതിനോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ ഓഹരികളും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി ഇന്നിപ്പോൾ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്ന ഓഹരികളിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ IT സൂചികയാണ്. IT സൂചികയെ സംബന്ധിച്ചിട്ട് ഇടിവ് ഏകദേശം ഒരു 0.5% അടുത്താണ് നീങ്ങിയിരിക്കുന്നത്. ഒരു മിഡ് ക്യാപ് സ്പേസിലുള്ള ഓഹരികളാണ് ഇന്നിപ്പോൾ സെക്ടറിൽ ഒരു പച്ചയിൽ നിലനിൽക്കുന്ന ഓഹരികൾ എന്ന് പറയുന്നത്. പെർസിസ്റ്റന്റ്, എംഫസിസ്, അതിനോടൊപ്പം തന്നെ OFSS എന്നീ ഓഹരികളാണ് ഒരു പോസിറ്റീവ് ടോൺ. ഈ ഓഹരികളിലും ഒരു ശക്തമായിട്ടുള്ളൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണുന്നില്ല. വളരെ ഒരു ഫ്ലാറ്റിഷ് ആയിട്ടൊരു ടോൺ മാത്രമാണ് കാണുന്നത്. അതേസമയം ഡൗൺ സൈഡിലേക്ക് എത്തുമ്പോഴേക്കും സെല്ലിംഗ് പ്രഷർ കനത്ത് തന്നെയാണ് ഇരിക്കുന്നത്. LTI, മൈൻട്രി, വിപ്രോ, ടെക് മഹീന്ദ്ര, കൊഫോർജ്, ഇൻഫോസിസ് തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ സെൽ ഓഫ് വളരെ ശക്തമായിട്ട് തന്നെയാണ് തുടരുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇപ്പോൾ സൂരജ് സാറും ജാസ്മിനും സൂചിപ്പിച്ചതുപോലെ തന്നെ മാരൻ ബ്രദേഴ്സിന്റെ ഒരു അലിഗേഷൻ ആണ് ഇപ്പോൾ പ്രധാനമായിട്ടും നിഫ്റ്റി മീഡിയ സെക്ടർ ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. സൺ ടിവിയുടെ ഓഹരികളാണ് വളരെ ശക്തമായിട്ടൊരു ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് കൂടി കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ നേരത്തെ സൂരജ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ദയാനിധി മാരനാണ് ഇപ്പോൾ ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 2003 മുമ്പുള്ള, അതായത് 2003 ഒറിജിനൽ സ്ഥിതിയിലേക്ക് ഈ ഒരു ഓഹരി പങ്കാളിത്തം തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2024 ഒക്ടോബർ മുതൽ ഇതിനു മുമ്പ് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റിപ്ലൈ വന്നതിന് ശേഷം വീണ്ടും ജൂൺ 10-ാം തീയതിയാണ് ഈ ഒരു പുതിയ നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് സ്വകാര്യ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിലത്തെ ഒരു സ്ട്രക്ചർ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 75% ഓഹരികളും കലാനിധിമാരന്റെ കൈവശമാണുള്ളത്. അതായത് 18,000 കോടി രൂപയുടെ ഓഹരികളാണ് കലാനിധിമാരന്റെ കൈവശമുള്ളതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു നിയമയുദ്ധം കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സൺ ടിവിയെ സംബന്ധിച്ചിട്ട് ഒരല്പം നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 4% ഇടിവിലാണ് സൺ ടിവിയുടെ ഓഹരികൾ ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ആരംഭിച്ചത് തന്നെ ഒരു ഗ്യാപ് ഡൗണിലായിരുന്നു. ആ ലോ ലെവൽസിൽ തന്നെയാണ് ഇപ്പോഴും ഓഹരികൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. പ്രത്യേകിച്ചും ധാരാളം സിനിമകളും ഒക്കെ ഈ ഒരു ബ്രാൻഡിന്റെ കീഴിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള അലിഗേഷൻ വരുന്നത് കമ്പനിയുടെ റിസൾട്ട്, അവരുടെ ഒരു ബാലൻസ് ഷീറ്റിനെ അടക്കം അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് ന്യൂസ് എന്ന് പറയുന്നത് ജെഫ്രീസിന്റെ ഒരു പിക്കാണ്. SBI ആണ് ജെഫ്രീസിന്റെ ഒരു റഡാറിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. SBI സംബന്ധിച്ചിട്ട് വളരെ എക്സ്ട്രീംലി പോസിറ്റീവ് ആയിട്ടൊരു ഔട്ട്ലുക്ക് ആണ് ജെഫ്രീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഓഹരികൾക്ക് ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ ഒരു ക്ലോസിംഗിൽ നിന്നും ഏകദേശം 22% അപ്സൈഡ് പൊട്ടൻഷ്യൽ SBI ഓഹരികൾക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ ജെഫ്രീസിലെ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് അവരുടെ ടാർഗറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 960 രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. നിലവിൽ 789 രൂപ എന്ന നിലയിലാണ് SBIയുടെ ഓഹരികൾ ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 100-ലധികം രൂപയുടെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ഓഹരിക്ക് ഉണ്ട് എന്നാണ്, നിയർ ടേമിൽ തന്നെ ഉണ്ട് എന്നാണ് ജെഫ്രീസിലെ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ റീസൺസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു നിലവിൽ, അതായത് ലാസ്റ്റ് വന്ന ക്വാർട്ടർ SBI സംബന്ധിച്ചിട്ട്
വളരെ സബ്ഡ്യൂഡ് ആയിട്ടൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി പരിശോധിക്കുമ്പോഴേക്കും കാര്യമായിട്ടൊരു ഇംപ്രൂവ്മെന്റ് രേഖപ്പെടുത്താൻ സാധിച്ചത് ഈ ഒരു ബാങ്കിന്റെ വളരെ ശക്തമായിട്ടൊരു ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സ്ട്രക്ചറിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് ജെഫറീസിലെ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന പാദങ്ങൾ, അതായത് ഇനി 2026 സാമ്പത്തിക വർഷത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും രണ്ടാം പാദവും മൂന്നാം പാദവും മികച്ചതായിരിക്കും SBI സംബന്ധിച്ചിട്ട് ആവുക എന്നാണ് ജെഫറീസ് സൂചിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ഒരു പ്രൊജക്ഷൻ പ്രകാരം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ക്രെഡിറ്റിൽ 12% വളർച്ചയും ഒപ്പം തന്നെ അവരുടെ നിക്ഷേപത്തിൽ 10% വളർച്ചയുമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു RBIയുടെ MPC യോഗ തീരുമാനങ്ങൾ വന്നതും, അതായത് CRRൽ ഉണ്ടായ കുറവടക്കം SBIയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് ഇപ്പോൾ ജെഫറീസ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോഴേക്കും കമ്പനിയുടെ റിട്ടേൺ ഓൺ അസറ്റ് 1% ആയിട്ട് തന്നെ തുടരാൻ ഉള്ള ഒരു കരുത്തും കമ്പനിക്കുണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നിയർ ടേമിൽ നേരിയ തോതിലുള്ള ചില പ്രഷേഴ്സ് അല്ലെങ്കിൽ സമ്മർദ്ദം ഈ ഒരു റിട്ടേൺ ഓൺ അസറ്റിൽ രേഖപ്പെടുത്തിയാൽ പോലും അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് 1% എന്നൊരു സ്റ്റേബിൾ നിരക്കിലേക്ക് നിലനിർത്താനായിട്ട് SBIക്ക് സാധിക്കുമെന്നാണ് ജെഫറീസ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ സംബന്ധിച്ചിട്ടും നിയർ ടേമിൽ ഒരു സമ്മർദ്ദം നേരിട്ടാൽ പോലും ഈ ഒരു MPC യോഗ തീരുമാനങ്ങളുടെയും CRRന്റെ ഒക്കെ കുറവ് വരുന്നതോടുകൂടി വരുന്ന പാദങ്ങൾ, അതായത് രണ്ടാം പാദം മുതൽ അങ്ങോട്ടേക്ക് ആ പ്രഷറിനെയൊക്കെ മറികടക്കാനായിട്ട് SBIക്ക് സാധിക്കും എന്നൊരു പ്രതീക്ഷ കൂടി ഇപ്പോൾ ജെഫറീസിന്റെ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജിയോജിത്തിലെ അനലിസ്റ്റുകളും SBI ഓഹരികൾക്ക് ഒരു ബൈ റേറ്റിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റായിട്ട് നൽകിയിരിക്കുന്നത് 888 രൂപയായിരുന്നു. ഇതിനു മുമ്പ് അവർ റേറ്റിംഗ് ആയിരുന്നു നൽകിയത്. അവിടെ നിന്നാണ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ബൈ റേറ്റിംഗിലേക്ക് ജിയോജിത് ഫിനാൻഷ്യലെ അനലിസ്റ്റുകളും ഉയർത്തിയിരിക്കുന്നത്. ഇനി അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഗ്രോത്തിൽ വളരെ റെസീലിയന്റ് ആയിട്ടൊരു വളർച്ച കൈവരിക്കാനായിട്ട് വരുന്ന പാദങ്ങളിൽ SBIക്ക് സാധിക്കും എന്ന പ്രതീക്ഷയാണ് ജിയോജിത്തിലെ അനലിസ്റ്റുകളും മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എൻവയോൺമെന്റ് ഒരു അല്പം സോഫ്റ്റൻ ചെയ്താൽ പോലും ക്രെഡിറ്റ് ഗ്രോത്തിൽ കൃത്യമായിട്ടൊരു വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്ന വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടൊരു വ്യൂ ആണ് പങ്കുവച്ചിരിക്കുന്നത്. റിട്ടേൺ ഓൺ അസറ്റും റിട്ടേൺ ഓൺ ഇക്വിറ്റിയും വളരെ ഹെൽത്തിയും സ്റ്റേബിൾ ആയ നിലയിലും കണ്ടിന്യൂ ചെയ്യാനും SBIക്ക് സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും SBI ഓഹരികളിലെ നിലവിലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലൊരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് നിലനിൽക്കുന്നത്. ട്രേഡിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ കൺസോളിഡേറ്റഡ് റേഞ്ചിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഏതായാലും SBIയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആണ്. അതായത് ഇനി വരുന്ന നിയർ ടേമിൽ അല്പം സമ്മർദ്ദം നേരിട്ടാൽ പോലും വരുന്ന പാദങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ SBIക്ക് സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പല ബ്രോക്കറേജുകളും ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ജാസ്മിൻ. അനിലയാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് നൽകിയത്. സുരേഷ് സർ, നമ്മൾ തൊട്ട് മുൻപ് സൺ TV കാര്യം പറഞ്ഞല്ലോ. ഈ സൺ TV കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ TV അല്ലെങ്കിൽ ആ ഒരു മാധ്യമ മേഖലയ്ക്ക് പുറമെ റേഡിയോ, സിനിമാ നിർമ്മാണം, DTH, എസ്പെഷ്യലി എയർലൈൻസ്, IPL ക്രിക്കറ്റ് ടീമായ ഹൈദരാബാദ് സൺറൈസേഴ്സ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു കൃത്രിമ രേഖകൾ ചമച്ച കമ്പനികൾ തട്ടിയെടുത്തു എന്ന ദയാനിധി മാറിന്റെ ആരോപണം നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം സ്റ്റെയർ ഹോൾഡേഴ്സിന്റെ ആ ഒരു വിശ്വാസ്യത തന്നെ പോവുകയല്ലേ. ജാസ്മിൻ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ സ്റ്റോക്കിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നിങ്ങനെയാണ് സൺ TVയുടെ റെപ്യൂട്ടേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദിസ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് തമിഴ്നാട് ഇലക്ഷൻസ്. ഇന്നലെ ജൂൺ 19 തമിഴ്നാട്ടിലെ രാജ്യസഭാ സീറ്റുകളുടെ ഇലക്ഷൻ നടന്നത്. നമുക്കറിയാലോ, കമൽഹാസനൊക്കെ നോമിനേറ്റഡ് ആയിട്ട് പോയി 6 സീറ്റ് കണ്ടായിരുന്നു. അൺഒപ്പോസ്ഡ് ആയിട്ടാണ് അവർ പോയെന്നുള്ളത്. ബട്ട് ഇതെന്ന് പറയുന്നത് ഈ ഫാമിലിയിലെ ക്രാക്ക് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒപ്പോസിഷൻ ഒരു ഫോർഡറായി എന്നുള്ളത്. അതായത് ഇവിടം വച്ചിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. ആദ്യത്തെ അലഗേഷൻ സ്കാമും മറ്റുള്ള കാര്യങ്ങളും തമിഴ്നാട്ടിലും മറ്റേ ഈ ടാസ്മാക്കിന്റെ ഒക്കെ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചേർന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് ഇലക്ഷനാണ് ഇന്ന് മുതൽ എന്നുള്ളത് തീർച്ചയായിട്ടും. അത് ഇപ്പൊ സൂചിപ്പിക്കുന്നത് വെച്ചാൽ ഇത് കൂടുതലും അഫക്ട് ചെയ്യുന്നത് സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു എന്നുള്ളത്. അത് എന്താണ് അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്, ഇത് പൊളിറ്റിക്കലിയും കൂടെ അഫക്ട് ചെയ്യാൻ പോകുന്നു. ആൻഡ് ദിസ് മാർക്സ് എ ഗ്രേറ്റർ ഷിഫ്റ്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. കാര്യം സൗത്തിലെ ലാർജസ്റ്റ് ആണ്. UP കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയും തമിഴ്നാടുമാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഈ പറയാൻ പോകുന്ന ഒരു ക്രാക്ക് റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ റൂളിംഗ് ഫാമിലിയിൽ തന്നെ വരുന്നു എന്നുള്ള ദിസ് മാർക്സ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് തമിഴ്നാട് ഇലക്ഷൻ റൈറ്റ് നൗ എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കും. യെസ്. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്കിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനായിട്ട് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറക്സ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സർ ആൻഡ് വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഗുഡ് മോർണിംഗ്.
യെസ്, ഏതായാലും നമ്മൾ ഈ ആഴ്ചയിലെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. ഈ ത്രൂ ഔട്ട് ദ വീക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒന്നും തന്നെ നിഫ്റ്റിയുടെ ഭാഗത്തു നിന്നും എസ്പെഷ്യലി എക്സ്പയറിയുടെ ദിനത്തിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ നിലവിലത്തെ ഒരു സിനാരിയോ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് നിഫ്റ്റി 50-ൽ ഇനി നിർണായകമായേക്കാവുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നമുക്ക് ഗ്ലോബലി വോൾട്ടാലിറ്റിക്ക് വേണ്ടി വളരെയധികം വോൾട്ടാലിറ്റി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ മാർക്കറ്റ് ഒരു സൈഡ് ബേസ് ട്രെൻഡിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. കാരണം കഴിഞ്ഞ വീക്കിൽ വലിയൊരു വോൾട്ടാലിറ്റി ഉണ്ടായിരുന്നില്ല, ഒരു സൈഡ് ബേസിലേക്ക് മാറുകയാണ് മാർക്കറ്റ്. അങ്ങനെ എല്ലാ രീതിയിലും ഒരു പാർട്ടിസിപ്പേഷൻ, മാസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയാൻ ഏതെങ്കിലും വലിയ ഇൻഡെക്സുകളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു സൈഡ് ബേസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സിലേക്ക് പോവുകയാണ്. വോൾട്ടാലിറ്റി ജനറേറ്റ് ചെയ്ത് വരാൻ അല്ലെങ്കിൽ ഒരു സ്ലോ മൂവ്മെന്റിലേക്ക് പോകുമ്പോൾ ഇതിന് അടുത്ത് വരാനിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇതൊരു വലിയ ജംഗ്ഷനാണ്. ഇതിൽ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു വലിയൊരു മൂവ്മെന്റ്സിന് ശേഷമുള്ള ഒരു സൈലൻസ് പോയിന്റ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. ഇതിന് ശേഷം അത് മൂവ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യുമോ അല്ലാത്ത താഴോട്ട് വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വസ്തുത. ഇന്നത്തെ സ്ഥിതിയിൽ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു പോസിറ്റീവ് നോട്ട് തന്നെയാണ് ഇന്ന് ഉണ്ടാകുന്നത്. 25,000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ലെവൽ നമ്മളത് റീഗെയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 25,000 അടുത്ത് തന്നെ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധ്യത ആൾറെഡി നമുക്ക് കാണുന്നുണ്ട്. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയ സെൽ ഓഫിൽ നിന്ന് ഇന്നൊരു ചെറിയ ഗെയിനിങ്ങിലേക്ക് വരുന്നുണ്ട്. മാസ്സായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻസ് ഒന്നും കാണാനില്ലെങ്കിൽ പവർ സെക്ടറുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലുള്ള ചില സ്റ്റോക്സുകൾ നമുക്ക് സപ്പോർട്ടിങ് വരുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെയാണ്. തിരിച്ച് വലിയൊരു മൂവ്മെന്റ്സ് വന്നു, അതിനുശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് അതൊരു മൂവ്മെന്റ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, സൈലൻസിലേക്ക് പോകുന്നു. PSU സ്റ്റോക്സുകളെല്ലാം തന്നെ ഒരു സൈഡ് വേസിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ബാങ്ക് നിഫ്റ്റി തീർച്ചയായിട്ടും ഒരു വലിയൊരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. ഇവൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്ന് പറയുന്നത് ഒരു 56,000 ലെവലിലേക്ക് ഒരു ബാങ്ക് നിഫ്റ്റി കുറച്ച് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു മൂവ്മെന്റ്സ് പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ വലിയ വീക്ക്നെസ് കാണുന്നില്ല, വോളിയം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്തൊരു വലിയൊരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ ബാങ്ക് തന്നെ ആയിരിക്കും വീണ്ടും ലീഡ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അപ്പൊ നിഫ്റ്റി ഇപ്പൊ പോസിറ്റീവ് ഈ രീതിയിൽ ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യും. ബട്ട് ഇതൊരു വലിയൊരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. നമ്മളത് മുകളിലോട്ട് പോകുമ്പോൾ കണ്ടിന്യൂഷൻ പാറ്റേൺ ആണോ വരാൻ പോകുന്നത് എന്ന് നെക്സ്റ്റ് വീക്കിലൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ളതാണ്. ഇനി സ്റ്റോക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് സംസാരിച്ച് നിർത്തിയ സൺ ടിവിയെ കുറിച്ച് തന്നെയാണ് ആദ്യം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വലിയ ഇഷ്യൂവിൻ്റെ പിന്നാലെ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് അല്പം അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ്. നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ സൺ ടിവിയുടെ ഓഹരികൾ 3% മുകളിൽ 3.39% ഇടിവ് രേഖപ്പെടുത്തുകയാണ്. സൺ ടിവിയുടെ ഈ ഒരു പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം ഒരു ബേസിക് പോയിന്റ് എന്ന് പറയുന്നത് ബൈ ദ റൂമർ ആൻഡ് സെൽ ദ ന്യൂസ് എന്നാണ്. അപ്പൊ ഈ ന്യൂസ് ഇപ്പൊ പുറത്തു വന്നത് ഇതിനു മുമ്പ് നമുക്ക് റൂമേഴ്സ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ നോക്കൂ, മാർക്കറ്റിൽ കറക്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ മാർക്കറ്റിൽ നിന്ന് അത് 800 ലെവലിൽ നിന്ന് കറക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് ആണ്. അപ്പൊ ഇപ്പോൾ ഓൾറെഡി ഒരു കറക്റ്റീവ് ആക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് ആണ്. 800 മേളിൽ ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് 600 ഒരു കറക്റ്റീവ് ആക്ഷൻ വന്നു, കുറച്ച് മുകളിലോട്ട് പോയി വീണ്ടും തിരിച്ച് കറക്റ്റീവ് ആക്ഷൻസ് വന്നു. അപ്പൊ ഇതൊരു കണ്ടിന്യൂറ്റ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് പോകുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ്. എനിക്ക് തോന്നുന്ന ഒരു 550, 520 ലെവലിലായിരിക്കും ഒരു കൺസോൾട്ടേഷൻ നടക്കുകയാണെങ്കിൽ പോലും ഈ സ്റ്റോക്സിൽ നടക്കാനുള്ള സാധ്യത. ബട്ട് ഇതിന്റെ ഒക്കെ ഗ്രാവിറ്റി, ഈ ന്യൂസ് ഒക്കെ വരുന്നതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വോളിയം എന്ന് പറയുന്നത് കുറച്ച് കാലമായിട്ട് തന്നെ ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്സിൽ വോളിയം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വോളിയം ബിലോ ആവറേജ് വോളിയമാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ സെല്ലിങ്ങിൽ തന്നെയും വലിയ വോളിയം ഇപ്പോൾ കാണാനില്ല. ഇതിന് തൊട്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഹെവി വോളിയംസിൽ സെല്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു താഴോട്ടുള്ള കൺസോൾട്ടേഷൻ ആയിരിക്കും വരാനുള്ളത്. ന്യൂസുകളൊക്കെ പ്ലേ ഔട്ട് ചെയ്യുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 550 and 520 is സപ്പോർട്ട് ലെവൽ. മറ്റൊരു സ്റ്റോക്ക് ബയോകോൺ ആണ്. ബയോകോൺ ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബയോകോണിനെ സംബന്ധിച്ചിടത്തോളം QIP വഴി 4,500 കോടി രൂപ
സമാഹരിച്ചിട്ടുണ്ട് കമ്പനി. ബ്രോക്കറേജുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു QIP ഫണ്ട് റൈസിങ്ങിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കടബാധ്യത കുറയുമെന്നാണ് എസ്പെഷ്യലി HSBC അടക്കം പറയുന്നത്. അതോടൊപ്പം തന്നെ ബ്രോക്കറേജ് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബൈ കോൾ നിലനിർത്തിക്കൊണ്ട് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നു. 390 രൂപ വരെ സ്റ്റോക്ക് പോകാനുള്ള ഒരു സാധ്യത പറഞ്ഞുകൊണ്ട്. ബയോകോൺ നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു റേഞ്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ 348 രൂപ എന്നുള്ളതാണ്. ബയോകോണിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ബയോകോൺ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ മൂവ്മെന്റ്സ് ഒന്നും നടത്തിയിരുന്നില്ല. ഒരു സൈഡ് ബേസിലുള്ള ട്രെൻഡ് തന്നെയായിരുന്നു. 400 എന്ന ലെവലിൽ നിന്ന് മുകളിലോട്ട് പോകാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. താഴോട്ട് നോക്കുകയാണെങ്കിൽ നിയർലി 320 എപ്പോഴും വരികയും 370 വരെയൊക്കെ പോവുകയും വീണ്ടും തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഒരു സൈഡ് ബേസ് ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് എന്തെങ്കിലും ട്രിഗർ കിട്ടിയാൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം കുറെ കാലമായിട്ട് അത് സൈഡ് ബേസിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ അതിന് മുകളിലോട്ട് പോകാനുള്ള ഒരു പ്രത്യേകം ഇമ്പൾസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 380 ആണ്. 380 ആൻഡ് 400 ഈ രണ്ട് ലെവലിലും വളരെ അധികം സ്റ്റിഫായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ഈ 400 ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ഹെവി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വോളിയം വളരെ കുറവാണ്, സൈഡ് വൈസ് ആണ്. അപ്പൊ കുറെ സമയം എടുക്കും. ഇപ്പോൾ ഒരു വോളിയം ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞാൽ റീസെന്റ് കുറച്ച് ദിവസങ്ങളായിട്ട് അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറൌണ്ട് 370 380 നമുക്ക് ഇപ്പൊ അപ്പർ സൈഡിൽ പ്രതീക്ഷിക്കാം. ഡൗൺ സൈഡിൽ നമ്മൾ 320 ലെവലിൽ ഒരു സപ്പോർട്ട് ലെവൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നൊരു പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. 733 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ കോൺകോറിന്റെ ഒരു പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 1140 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ ലാസ്റ്റ് ഇയർ ജൂൺ കൃത്യം ഒരു വർഷം മുൻപാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിക്കുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായി വളരെയധികം കറക്റ്റീവ് ചെയ്തപ്പെട്ട ഒരു സ്റ്റോക്സ് തന്നെയാണ്. നല്ലൊരു കറക്റ്റീവ് ആക്ഷൻസ് വന്നതിന് ശേഷം ഒരു ടേൺ അറൗണ്ടിനുള്ള സിറ്റുവേഷൻസ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ കാണുന്നുണ്ട്. വോളിയത്തിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്, ഗ്രാജുവൽ ഒരു ഇമ്പ്രൂവ്മെന്റ്സ്, അതായത് പ്രൈസുകളുടെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 600 നിയർലി 600 620 നല്ലൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു. അവിടെ നിന്ന് ഒരു 100 പോയിന്റ്സിന്റെ ഒക്കെ മൂവ്മെന്റ്സ് മുകളിലോട്ട് വന്നു. എഗെയിൻ വീണ്ടും ഒരു കറക്റ്റീവ് ആക്ഷൻസ് വന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു പ്ലേ ഔട്ട് കഴിഞ്ഞു. ടേൺ അറൗണ്ടിന്റെ സിറ്റുവേഷനിൽ നിൽക്കുകയാണ് നമ്മൾ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന 700 ലെവലിന് താഴോട്ട് പോയിട്ടില്ല. വീണ്ടും റിക്കവറി വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം ഇതൊരു റൈസിംഗ് സോണിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. 700 ആണ് ഇമീഡിയറ്റ് ഉള്ള ഒരു സപ്പോർട്ട് സോൺ. ഈ സപ്പോർട്ട് സോണിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു മൂവ്മെന്റ്സ് നമുക്ക് വലിയൊരു മൂവ്മെന്റ്സ് തന്നെ പ്രതീക്ഷിക്കാൻ കഴിയും. ലാസ്റ്റ് ടൈം വന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 800 ആണ്. അപ്പൊ 800 മുകളിലോട്ട് പോവുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് എന്ന് തന്നെ ആയിരിക്കും നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അവസാനമായിട്ട് നമ്മൾ ഹോട്ടൽ സെഗ്മെന്റിൽ നിന്നും കാമത് ഹോട്ടൽസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 1.5% നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നു. പുതിയ അക്വിസിഷൻ എക്സ്പാൻഷൻ പ്ലാനൊക്കെയാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. 229 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു ട്രേഡിംഗ് സ്റ്റോക്സ് ഒന്നുമല്ല, ഇടയ്ക്ക് ഒരു സീസണൽ സ്റ്റോക്സ് ആണ്. ഇപ്പോൾ ഇടയ്ക്ക് വോളിയം വരികയും എന്തെങ്കിലും ന്യൂസ് ഒക്കെ വരുമ്പോൾ തന്നെ അതിന്റെ പ്ലേ ഔട്ട് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ കാണാൻ വഴി കഴിയുന്നത് 200 ലെവലിൽ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്സ് ഒന്നും അല്ല, എങ്കിലും ഒരു വലിയ പോസിറ്റീവും നമുക്ക് കാണാൻ കഴിയില്ല. സീസണലി മൂവ്മെന്റ്സ് വരികയാണ്. ഇവിടെ 240 250 എന്ന് പറയുന്ന ലെവലിൽ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ 300 എപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് മൂവ്മെന്റ്സ് വരുമ്പോൾ ഒരു സ്പീഡായിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഈ സ്റ്റോക്സിൽ വരാനായിട്ട് കാണുന്നത്. വോളിയം വളരെ കുറവാണ്, ബട്ട് ഇതൊരു റീറ്റെയിലേഴ്സ് ഒക്കെ മൂവ്മെന്റ്സ് വരുമ്പോൾ പ്ലേ ചെയ്യുന്ന ഒരു സ്റ്റോക്സുമാണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്സിൽ എന്തെങ്കിലും പ്രത്യേക ന്യൂസുകളോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 300 വരെയുള്ള പോകാനുള്ള പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു ബേസ് ലെവലിൽ ഫോം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 220 200 എന്ന് പറയുന്നത് ബേസ് ലെവലാണെന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഇൻഡിക്കേഷൻ ആണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. Okay, thank you so much, Anish sir. Thank you. സുരേഷ് സാർ, നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിന്റെ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് തന്നെ കിടക്കാം.
ജാസ്മിൻ, അതിപ്പോൾ ഞാനിപ്പോൾ സ്പോട്ട്ലൈറ്റിൽ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ന്യൂസ് ബേസ്ഡ് ആയിട്ട് ഒരു സ്റ്റോക്ക് ഇപ്പോൾ സ്പോട്ട്ലൈറ്റ് അവതരിപ്പിക്കാൻ ഇന്നൊന്നും നമുക്കില്ല എന്നുള്ള. പക്ഷേ പൊതുവേ നമ്മുടെ ഒരു എൻവയറൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ തന്നെ കോസ്റ്റൽ ഏരിയയിൽ, അതായത് നമ്മുടെ തന്നെ സീയിൽ നമുക്കിപ്പോൾ അടുത്ത പ്രാവശ്യമായിട്ട് 2-3 ആക്സിഡൻറ്റ്സ് ഷിപ്പിൻ്റെ കേസിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത് നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഒരു ലാർജർ ഗ്രോത്ത് സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു മാനുഫാക്ചറിങ് ഹബ്ബായി മാറി നല്ല രീതിയിൽ എക്സ്പോർട്സ് സർവീസസ് ഇൻഡസ്ട്രി കൂടാതെ തന്നെ എക്സ്പോർട്സ് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ US ആയിട്ട് ഒരു ടാരിഫ് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്, EU ആയിട്ട് നമ്മൾ ടാരിഫ് സൈൻ ചെയ്തു എന്നുള്ള. അപ്പോൾ നമ്മൾ നല്ലൊരു ട്രേഡിംഗ് അല്ലെങ്കിൽ നല്ലൊരു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ട്രേഡിംഗ് ഒരു കൺട്രി ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണുന്നു. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് പ്രത്യേകിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ അത് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഒരു റീസൺ ഈ കമ്പനിയെ സെലക്ട് ചെയ്യാൻ. അതായത് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനി ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയാണ്, GE ഷിപ്പിംഗ്. അത് ഈ ഒരു എന്താ പറയുക ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല ഞാൻ കണ്ടത്. രണ്ട്, നമ്മളെപ്പോഴും നല്ല ബിസിനസ്സുകൾ സ്റ്റോക്ക് എന്നുള്ളത് മാറ്റിവെക്കുക. നല്ല ബിസിനസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്നും വാറൻ ബഫെ പറയുന്ന ഒരു ഉത്തരവുണ്ട്, അതായത് എക്സലന്റ് ക്യാപിറ്റൽ അലോക്കേറ്റർ ആയിരിക്കണം. എക്സലന്റ് ക്യാപിറ്റൽ അലോക്കേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് 2-3 ഡിവിഷൻ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് മാർജിൻ തരുന്ന ഡിവിഷൻ ചിലപ്പോൾ ഡിവിഷൻ നമ്പർ 1 ആയിരിക്കും. ഡിവിഷൻ 2 ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ ഡിവിഷൻ 1 എന്തൊക്കെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നോ അതിനെയൊക്കെ ഈ ഡിവിഷൻ 2 തിന്നും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് ഈ ഡിവിഷൻ 2 നമ്മൾ അങ്ങ് എടുത്ത് മാറ്റണം. എടുത്തു മാറ്റിയാൽ മാത്രമേ ഡിവിഷൻ 1 നന്നാവുള്ളൂ. അത് മാത്രമല്ല ചില സമയത്ത് ഡിവിഷൻ 1 നല്ല രീതിയിൽ ക്യാപിറ്റൽ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് നമ്മുടെ റോ മെറ്റീരിയൽ. ഈ ക്യാപിറ്റൽ എങ്ങനെയാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇടുന്നത്, അതെങ്ങനെയാണ് പിന്നെ അവിടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ തരുന്നത്. ഇതാണ് ഒരു ബിസിനസിന്റെ എഫിഷ്യൻസി നിശ്ചയിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ കമ്പനികൾ അവരുടെ ആവശ്യമില്ലാത്ത നോൺ കോർ ആയിട്ടുള്ള ബിസിനസ് ഡീമർജ് ചെയ്യുന്നു അല്ലെങ്കിൽ വിറ്റൊഴിയുന്നു എന്നൊക്കെ പറയുന്നത് എന്താ, നല്ലൊരു എക്സലന്റ് ക്യാപിറ്റൽ അലോക്കേഷൻ സ്ട്രാറ്റജി ആണെന്നുള്ള. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ വളരെ അസറ്റ് ഹെവി ആയിട്ടുള്ള സൈക്ലിക്കൽ ആയിട്ടുള്ള വളരെ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ മെഷീൻ, എയ്റോപ്ലെയിൻ, ഷിപ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഡിപ്രീഷിയേറ്റിംഗ്. ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സലന്റ് ക്യാപിറ്റൽ അലോക്കേറ്റർ ആയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഈവൻ ഡിവിഡൻഡിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഇനിയും പ്രോഫിറ്റ്സ് ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്കൊരു സാഹചര്യം ഇരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ 2000 കോടിയും 1000 കോടിയൊക്കെ ഡിവിഡൻഡ് ആക്കി എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ല. പകരം നിങ്ങൾ ഈ പൈസ ഉപയോഗിച്ച് ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുക്കൂ. എന്നിട്ട് ആ കമ്പനിയെ ഗ്രോ ചെയ്ത് വീണ്ടും പ്രോഫിറ്റ്സ് ഉണ്ടാക്കി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ അലോക്കേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആസ് ഫാർ ആസ് എൻ എഫിഷ്യൻസി ഓഫ് എ ബിസിനസ് ഇസ് കൺസേൺ. മോർ ഓവർ ക്യാപിറ്റൽ അലോക്കേറ്റേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സിന് മാർക്കറ്റ് ഒരു പ്രീമിയം വാല്യുവേഷനും കൊടുക്കും എന്നുള്ളതാണ്. അവിടെയാണ് GE ഷിപ്പിംഗ് പോലുള്ള ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. എസ്പെഷ്യലി ദേ ആർ ഓപ്പറേറ്റിംഗ് ഇൻ എ മച്ച് എന്താ പറയുക, ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സെക്ടറാണ്. ജിയോ പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ ഷിപ്പിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. 2, അവരുടെ അസറ്റ്സ് ആയ ഷിപ്പ് തന്നെ കാലക്രമേണ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അസറ്റാണ്. സൈക്ലിക്കലായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതായത് ചില സമയത്ത് ഈ ഷിപ്പിംഗ് ഫ്രൈറ്റ് റേറ്റ്സ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കും. ഈ ഷിപ്പിംഗ് റേറ്റ്സ് ഇടിയുമ്പോൾ കമ്പനിയുടെയൊക്കെ പ്രോഫിറ്റ്സ് ഇടിയും. ഇങ്ങനത്തെ ഒരു സൈക്ലിക്കലായിട്ടുള്ള ഇൻഡസ്ട്രി, അസറ്റ് ഹെവി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി. ആ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ GE ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മുത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം വെച്ചാൽ അതിൻ്റെ തന്നെ ഞാനൊരു അക്കാഡമിക് പർപ്പസിന് ഞാൻ ഏതൊരു ഇൻവെസ്റ്ററും അല്ലെങ്കിൽ ഏതൊരു പ്രേക്ഷകൻ്റെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് GE ഷിപ്പിംഗിന്റെ CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ G. ശിവകുമാറിന്റെ ഇന്റർവ്യൂസ് കാണണം. കുറേ ടെക്നിക്കൽ കാര്യം അദ്ദേഹം പറയുമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബിസിനസ് എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ള. നമ്മൾ സാധാരണ CEO അല്ലെങ്കിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറിനെ കുറിച്ചൊക്കെ പറയുമെങ്കിലും ഒരു കമ്പനി എങ്ങനെയാണ് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്, ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ വെർട്ടിക്കലിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ ഓപ്പറേറ്റിംഗ് മാർജിൻ കിട്ടുന്നത്, ഏത് സമയത്താണ് അവിടെ പൈസ ഇടേണ്ടത്, അവിടെ എക്സ്പാൻഷൻ നടത്തേണ്ടത്, ഏത് സമയത്ത് പൈസ ഇട്ടുകൂടാ എന്നിങ്ങനെയുള്ള ലാർജർ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നത് ഒരു CFOന്റെ ടേബിളിലാണ്. ആ CFOന്റെ ആ ഫിനാൻഷ്യൽ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് CEO, അത് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. അപ്പോൾ ഏതൊരു കമ്പനിയുടെ ജാതകം എന്ന് പറയുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ പ്ലാനാണ്. ആ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ മുകളിലാണ് നമ്മൾ സെയിൽസ് പ്ലാനും മാർക്കറ്റിംഗ് പ്ലാനും പൊതുവെയുള്ള കമ്പനിയുടെ ബിസിനസ് പ്ലാനും സെറ്റ് ചെയ്യാന്നുള്ളത്. ശിവകുമാറിൻ്റെ ഇന്റർവ്യൂ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവുന്നത് എന്താണ് ഈ കമ്പനി ചെയ്യുന്ന ഡിഫറൻറ്റ് എന്നല്ലേ. അതായത് സാധാരണ ഞാൻ പറഞ്ഞ പോലെ ഷിപ്പിംഗ് കമ്പനീസ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം എപ്പോഴാണ്,
നമ്മുടെ ഷിപ്പിംഗ് റേറ്റ്സ് ഭയങ്കരമായിട്ട് കൂടുന്നു. എസ്പെഷ്യലി നമ്മളിപ്പോൾ നോക്കുക, കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ട്രേഡ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഷിപ്പിംഗ് റേറ്റ്സ്, നമ്മൾ ഇന്നലെ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സിന്റെ ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തു, നമ്മുടെ ഷിപ്പിംഗിന്റെ റേറ്റ്സ് ഭയങ്കരമായിട്ട് കൂടുമ്പോഴാണ് ഷിപ്പിംഗ് കമ്പനീസിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്. ബിക്കോസ് ദെയർ പ്രോഫിറ്റ് ഇസ് എ പെർസെൻറ്റേജ് ഓഫ് ദ റവന്യൂ ആൻഡ് ദ റവന്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷിപ്പിംഗ് റേറ്റ്. അപ്പോൾ ഷിപ്പിംഗ് റേറ്റ് കൂടുമ്പോൾ അവരുടെ പെർസെൻറ്റേജ് ഓഫ് റവന്യൂ ഇൻക്രീസ് ചെയ്യും, സൈമിൾട്ടേനിയസ്ലി അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ സാധാരണ ഷിപ്പിംഗ് കമ്പനീസ് ചെയ്യുക വെച്ചാൽ ഈ റേറ്റ്സ് കൂടിക്കൊണ്ട് പോകുമ്പോൾ ഇവർ ഷിപ്പിംഗ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും, ഫ്ലീറ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പോകും. പെട്ടെന്ന് ഇത് പീക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഇത്രയും ഷിപ്സ് ആഡ് ചെയ്യുകയും ചെയ്തു, എന്നാൽ ഇനി അങ്ങോട്ട് ബിസിനസ്സും ഇല്ല, എന്നാൽ അങ്ങോട്ട് ട്രേഡും ഇല്ല എന്നുള്ള രീതിയിലേക്ക് വരും. ഈ ഷിപ്പിംഗ് കമ്പനീസ് എന്താ ചെയ്യണത്? ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ കമ്പനിയാണ്. നമ്മൾ വേറെ ആരുടെയെങ്കിലും ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് സർവീസസ് ആണ് ഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ട്രക്ക് എന്താണോ ഇന്ത്യൻ റോഡുകളിൽ ലോറിയും ചെയ്യുന്നത്, അത് തന്നെ കടലിൽ ചെയ്യുന്ന വ്യക്തിയാണ് ഈ ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷിപ്പിംഗ് കമ്പനീസിന് എപ്പോഴും പറ്റുന്ന പ്രശ്നം ഇങ്ങനെയുള്ള മാനേജ്മെന്റ് ആണ്. ബട്ട് GE ഷിപ്പിംഗിന്റെ രസം ഈ കൗണ്ടർ സൈക്ലിക്കൽ സ്ട്രാറ്റജിയാണ്. കൗണ്ടർ സൈക്ലിക്കൽ സ്ട്രാറ്റജി അത് തീർച്ചയായിട്ടും ഈ G ശിവകുമാറിന്റെ ഇന്റർവ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഷിപ്പിംഗ് ഫ്രൈറ്റ്സ് ഇൻക്രീസ് ചെയ്ത് പോകുമല്ലോ, ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരുടെ ഷിപ്സ്, പഴയ ഷിപ്സ്, അതായത് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷിപ്പിനെ അവർ മാറ്റണം. അതായത് ആ ഏജിങ് ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഷിപ്പിംഗ് ഫ്രൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്ത് പഴുത്ത് നിൽക്കുന്ന സമയത്ത് ഇവരുടെ പഴയ ഷിപ്സിനെ അങ്ങ് വിൽക്കും. അപ്പോൾ നല്ല പ്രീമിയത്തിൽ ഇവർക്ക് ഈ ഷിപ്പ് വിറ്റ് പോകും. എന്നിട്ട് ഈ ഷിപ്പിംഗ് സൈക്കിൾ തിരിഞ്ഞ് താഴേക്ക് വരുമ്പോൾ മറ്റുള്ളവർ ബ്ലീഡ് ചെയ്ത് അവർ ഷിപ്സൊക്കെ കൊണ്ട് നഷ്ടത്തിൽ ഇങ്ങനെ നിന്ന് ഫ്ലീറ്റൊക്കെ ആഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ചീപ്പ് റേറ്റിന് യൂസ്ഡ് ഷിപ്പ് ഇവർ മേടിക്കും. ഇങ്ങനെയുള്ള ഒരു അസറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ക്യാപിറ്റൽ അലോക്കേഷൻ സ്ട്രാറ്റജിയിൽ GE ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫെൻറ്റാസ്റ്റിക് ആണ്. വേൾഡിലെ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് ഷിപ്പിംഗ് കമ്പനിയാണ് GE ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ബട്ട് അവരുടെ രീതിയിലെ മാനേജ്മെന്റ് അതൊരു ഷിപ്പിംഗ് കമ്പനി എന്നുള്ള സ്റ്റോക്ക് മാത്രമല്ല കേട്ടോ, ഒരു ബിസിനസ് എങ്ങനെ നടത്തണം, ഒരു CFO എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്ത് സൈക്കിൾസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ സൈക്കിൾസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് വളരെ നല്ല സ്റ്റോക്കാണ്, ബർജർ പെയിൻറ്റ്സ് വളരെ നല്ല സ്റ്റോക്കാണ്, കാൻസായി, നെറോലാക്ക്, മാക്സോ നോബലും വളരെ നല്ല സ്റ്റോക്കാണ്. ബട്ട് നിങ്ങൾ ഈ സ്റ്റോക്കുകളിൽ ലാസ്റ്റ് 3 കൊല്ലമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ എ റൈറ്റ് കമ്പനി ഇൻ ദ റോങ് സൈക്കിൾ. കാര്യം അവർ ഏറ്റവും കൂടുതൽ മോശമായിട്ട് പെർഫോം ചെയ്തിരുന്ന സമയമാണ് അതൊക്കെ എന്ന് പറയുന്ന കാര്യം. കോമ്പറ്റീഷൻ വന്നു, JSW സ്റ്റീൽ വന്നു, ബിർള ഓപ്പസ് വന്നു. സോ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഒരുപാട് നിങ്ങൾക്ക് ലൂസ് ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾ ആ സമയത്ത് പല സ്റ്റോക്കും എത്രത്തോളം പെർഫോം ചെയ്തു. അപ്പോൾ ഈ സൈക്കിൾസ് കറക്റ്റായിട്ട് പ്ലേ ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അവിടെയാണ് ഈ പറയുന്ന പോലെ GE ഷിപ്പിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. GE ഷിപ്പിംഗിന് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫ്ലീറ്റ് ഉണ്ട്. അതായത് അവർക്ക് ഓയിൽ ടാങ്കേഴ്സ് ഉണ്ട്, അത് കൂടാതെ തന്നെ ഡ്രൈ ബൾക്ക് കാരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ കോള്, അയൺ ഓർ, ഗ്രെയിൻസ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഒക്കെയാണ് നമ്മൾ ഈ ഡ്രൈ ബൾക്ക്, അതായത് ഡ്രൈ ആയിട്ടുള്ള ബൾക്കായിട്ടുള്ള സാധനങ്ങൾ ക്യാരി ചെയ്യുന്നതിനാണ്. മറ്റേത് നമ്മൾ ഓയിൽ എന്ന് പറയുന്നത് ലിക്വിഡ് കാർഗോ, അതാണ് ഓയിൽ ടാങ്കേഴ്സ്, ഡ്രൈ ബൾക്ക് കാർഗോ. മൂന്നാമത് ഇവർക്കുള്ള ഗ്യാസ് കാരിയേഴ്സ്, അതായത് LPGകൾ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് അവർ ഈ ഗ്യാസ് കാരിയേഴ്സ് യൂസ് ചെയ്യണത്. നാലാമത് ഈ ഓയിൽ പ്രൊഡ്യൂസിങ് കമ്പനി ഉണ്ടല്ലോ, അവരുടെ ഈ ഓയിൽ എക്സ്പ്ലോറേഷനും ഗ്യാസ് എക്സ്പ്ലോറേഷനും വേണ്ടി റിഗ്സും ചെറിയ ഷിപ്സും കൊടുക്കുന്നതാണ് ഇവരുടെ നാലാമത്തെ സർവീസ്. ഇതാണ് ഇവരുടെ ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായി മാറി എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കണോമി ആയിട്ട് മാറണം. അതായത് സർവീസ് മാത്രം പോരാ, എക്സ്പോർട്സും കൂടെ ഇൻക്രീസ് ചെയ്യണം. നമ്മൾ ട്രേഡ് ഡീൽസ് ഒക്കെ സ്ട്രൈക്ക് ചെയ്യുന്നു, US ആയിട്ട് സംസാരിക്കുന്നു, യൂറോപ്യൻ യൂണിയനായിട്ട്, മറ്റുള്ള ചെറിയ രാജ്യങ്ങളൊക്കെ ആയി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷിപ്പിംഗ് ഇപ്പോഴും നേസൻ സ്റ്റേജിലാണ്. നമുക്ക് വലിയ കമ്പനിയില്ല, നമുക്ക് ഷിപ്പ് മാനുഫാക്ചറിങ് വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞു ഷിപ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന രാജ്യം ചൈനയാണ്, അത് കഴിഞ്ഞ് കൊറിയയാണ്, അത് കഴിഞ്ഞ് ജപ്പാനാണ്. അല്ലാണ്ട് ഇന്ത്യക്ക് അതിനകത്തില്ല. ഇതൊക്കെ ഉയർന്നു വരേണ്ടതായിട്ടിരിക്കണം. ഈവൻ നമ്മൾ വണ്ടിയിൽ കാണുന്ന, അതായത് നമ്മൾ ഈ ലോറിയിലൊക്കെ കാണുന്ന കണ്ടെയ്നർ ഉണ്ടല്ലോ ഷിപ്പിൻ്റെയൊക്കെ, നമ്മൾ ഈ P&O, നെഡ്ലോയിഡ്, മേഴ്സ്ക് എന്നൊക്കെ എഴുതിയ സാധനങ്ങൾ, കണ്ടെയ്നറിൻ്റെ 90% നമ്മൾ ചൈനയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് ചൈന, കൊറിയ ആൻഡ് ജപ്പാൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ ഇന്ത്യ ഉദിക്കണമെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് നന്നായിട്ട് വരണം എന്നുള്ളതാണ്. ഇനി GE ഷിപ്പിംഗിൻ്റെ ഫണ്ടമെന്റൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 950 റുപ്പീസാണ് അതിൻ്റെ വില. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 13,650 കോടി. ബ്യൂട്ടിഫുൾ ക്യാഷ് ഫ്ലോ ആൻഡ് ഹൈ ROE, ROCE കമ്പനിയാണ്. ഷെയർ പ്രൈസ് നമ്മൾ പറഞ്ഞല്ലോ. റവന്യൂ എന്ന് പറയുന്നത് 6,157. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2,400 കോടി. ക്യാഷ് പ്രോഫിറ്റ് പെർ ഷെയർ, അതായത് നെറ്റ് പ്രോഫിറ്റ് 2,400 കോടി. ക്യാഷ് കാരണം മാത്രമുള്ള ഒരു പ്രോഫിറ്റ് ഷെയർ എത്രയെന്നറിയോ? പെർ ഷെയർ 231 റുപ്പീസാണ്. അതാണ് ഈ കമ്പനിയുടെ എഫിഷ്യൻസി. ROE 18, ROCE 16. ഡെപ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നില്ലാണ്. അവരുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ബാലൻസ് ഷീറ്റിലെ ക്യാഷ് വെച്ച് നോക്കുമ്പോൾ ഡെപ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഏതാണ്ട് കഴിഞ്ഞ കൊല്ലം 29 രൂപ ഡിവിഡൻഡ് കൊടുത്ത കമ്പനിയാണ്. ഇൻ ആൻ അതർവൈസ് ചലഞ്ചിങ് ഇൻഡസ്ട്രി GE ഷിപ്പിംഗ് ഈസ് എ ജെം.
ദിസ് ഈസ് നോട്ട് എ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ, അഡ്വൈസ് ഓർ എ സോളിസിറ്റേഷൻ. നമ്മൾ ഈ പറയുന്ന ഒരു സ്റ്റോക്ക് ഡിസ്കവറി അല്ലെങ്കിൽ ഒരു സ്പോട്ട്ലൈറ്റിന് വേണ്ടി ഒരു ബിസിനസ് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്റ്റോക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു രജിസ്റ്റേർഡ് സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിനോ അവരുടെ അഡ്വൈസിലും മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും.